ഇന്നലെ നടന്ന നമ്മുടെ ബഡ്ജറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചയ്ക്ക് തുടർച്ചയായിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് ഇന്നിപ്പോൾ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് അറിയാം. ഒന്ന്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളത്. എക്സ്റ്റെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണാധികാരി ഏതാണ്ട് പുലിവാലി പിടിച്ചതുപോലെയാണ്. കാര്യം വെച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോസിറ്റിവിറ്റി റേറ്റ് നിരക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം എത്താൻ ഇനിയിപ്പോൾ വലിയ അഭ്യാസങ്ങൾ വേണ്ടി വരും. വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ച് പൊതുഖജനാവിന് വിദ്രോഹകരമായ നഷ്ടം ഉണ്ടാക്കി വെച്ച് ആ ഒരു അഭ്യാസം അവസാനം അത് വീണ്ടും ജനങ്ങളുടെ ജീവിതത്തെ, ഇനി പറഞ്ഞില്ല, ഇനി ഒരാഴ്ച കൂടി ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ, ധനകാര്യ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ചുരുങ്ങലിൻ്റേതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അത് എന്തുമാത്രം പ്രയാസകരമാണ് എന്നുള്ളതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ അനായാസം നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു ധർമ്മമാണ് ലോക്ക്ഡൗൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ പദപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ ഒരു അജണ്ട നിർവഹിക്കുന്നു എന്നുള്ളതിൽ ഭരണാധികാരിക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാകാം, അതിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടാകാം. എന്നാലും നമ്മൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ലോക്ക്ഡൗൺ എക്സ്റ്റൻഷൻ ആവശ്യമാണോ എന്ന് നിയമസഭയിരിക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഈ പറഞ്ഞില്ല, എല്ലാവർക്കും അവരുടേതായ ഒരു ബുദ്ധിയും യുക്തിയും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചൊന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. മിനിഞ്ഞാന്ന് 14.1 റേറ്റ്, ഇന്നലെ 13.1. ഇനിയിപ്പോൾ ഇത് 10 താഴെ വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി ഇടയ്ക്ക് പിന്നെ വീണ്ടും അങ്ങോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ലോക്ക്ഡൗൺ വേണ്ടി വരും. ഈ പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത, യാതൊരു ഒരു യുക്തിയില്ലാത്ത ഒരു അഗ്ലിനെസ്സാണ്. നമ്മുടെ ഈ സാംസ്കാരിക ജീവിതത്തെ സംബന്ധിച്ചുള്ള അഗ്ലിനെസ്സാണ്. അഗ്ലിനെസ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മനുഷ്യൻ്റെ ഈ സംസ്കാര ചിത്തത്തെ അവഹേളിക്കുന്ന തരത്തിൽ യുക്തിയെ തേജോവസം ചെയ്യുന്നൊരു പ്രവർത്തനമായതുകൊണ്ട് ഈ ടെസ്റ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും ലോക്ക്ഡൗൺ നീട്ടുന്നത് ഒരു ആനന്ദകരമായ അനുഭവമായിട്ട് ഭരണകർത്താവിന് തോന്നുക. അതുകൊണ്ട് മരണത്തെ ചിരത്തുടർന്നുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ട് ലക്ഷക്കണക്കിനും 1.5 ലക്ഷക്കണക്കിന് ടെസ്റ്റുകൾ ദിവസം പ്രതി ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റേറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്യാൻ പോകാത്ത രീതിയിൽ ഏതോ ഒരു കുടുക്കപ്പെട്ട് കിടക്കുന്നത് പോലെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അത് കുടുക്കപ്പെട്ടതാണോ അല്ല അതൊരു ഫാസിസ്റ്റ് ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ എന്നുള്ളത് പിന്നീട് വരുന്ന രാഷ്ട്രീയ പ്രശ്നമാണ്. അത് ഒരു വസ്തുത. കാര്യം നമ്മളിതൊക്കെ സഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. ഇത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരവസരം പോലും നമുക്ക് നിഷേധിച്ചിട്ട് നമ്മൾ മുൻകൂറായിട്ട് മുൻവിധികളോടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇതില്ലാതെ ഒന്നും ശരിയാകില്ല, മോഡി ചെയ്യുന്നു, മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നു, അവർ 10% എന്ന് പറയുന്നൊരു കണക്ക് വഹിച്ചിട്ടുണ്ട്, അതിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മളതിൻ്റെ മുകളിലിങ്ങനെ കിടന്ന് പരതുകയാണ്, അതുകൊണ്ട് നമ്മളിനി ലോക്ക്ഡൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നൊരവസ്ഥയിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കൊണ്ടെത്തിച്ചതിൽ എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഹിന്ദു ദിനപത്രത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയുടേതായിട്ടുള്ള ഒരു നിയമസഭാ പ്രസ്താവനയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേവ് വന്നപ്പോൾ അത് പ്രധാനമായും ബാധിച്ചത് യുവത്വത്തെയാണ് ബാധിച്ചത് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഇത് 2 വിഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫാറ്റാലിറ്റീസിൻ്റെ, മരണത്തിൻ്റെ ഒരു വിഭാഗം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണോ മരിച്ചത്, യുവാക്കന്മാരാണോ അതോ വൃദ്ധന്മാരാണോ. പിന്നെ ഈ സെക്കൻഡ് വേവിൽ തന്നെ എവിടെയാണ് പോസിറ്റീവ് കേസസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും അത് രോഗബാധിതരെന്ന് പറയുന്നില്ല, പോസിറ്റീവ് കേസസ് എന്ന് പറയുന്നുള്ളൂ. രണ്ടും കൂടെ ചേർത്തുള്ളൊരു മിംഗ്ലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് 80% of individuals who died in April and May this year did not have any significant comorbidities.
അതായത് വേറെ രോഗങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള, അപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മോർബിഡിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ഏതൊക്കെ ഈ സിഗ്നിഫിക്കൻ്റായി ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോർബിഡിറ്റി അല്ലെങ്കിൽ ഒരു രോഗം എന്ന് പറയുന്നത് അത് സിഗ്നിഫിക്കൻ്റ് ആകുന്നത് അയാളുടെ പർട്ടിക്കുലറായിട്ടുള്ള ശാരീരിക സവിശേഷതകളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഹൗ ഫാർ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. അല്ല ഒരു ജനറൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നില്ല. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് ഗോട്ട് സം ജനറൽ സിഗ്നിഫിക്കൻസ്. അതായാൽ പോലും നിങ്ങളിപ്പോൾ 6 മാസം ജീവിക്കുമെന്ന് പറയുന്ന ഒരു ക്യാൻസർ രോഗി 1 വർഷമോ 2 വർഷമോ ജീവിച്ചെന്നിരിക്കും, നിങ്ങളുടെ വൈദ്യശാസ്ത്ര കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒരു രോഗം എന്ന് പറയുന്നത് ആ രോഗം എന്തുമാത്രം സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് ഈ ആത്യന്തികമായിട്ട് വിലയിരുത്തുന്നത് അങ്ങനെ നമുക്ക് ഒരു ജനറലൈസേഷനിലൂടെ വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ എനി സിഗ്നിഫിക്കൻറ്റ് മോർബിഡിറ്റി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് 18% പേർക്ക് അങ്ങനെ സിഗ്നിഫിക്കൻ്റ് പ്രസക്തമായിട്ടുള്ള മോർബിഡിറ്റികളൊന്നും ഇല്ലായിരുന്നു, ഒരു കോമോർബിഡിറ്റികൾ, മറ്റുള്ള രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ശുദ്ധമായിട്ട് കോവിഡ് കൊണ്ടാണ് മരിച്ചത് എന്നുള്ള തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ സിഗ്നിഫിക്കൻറ്റ് കോമോർബിഡിറ്റി എന്നുള്ള പ്രയോഗം തന്നെ അശാസ്ത്രീയമാണ്. ആ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഞാൻ പറയും നടന്നു പോകുന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അവിടെ എന്താ സിഗ്നിഫിക്കൻറ്റ് കോമോർബിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോർബിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനി സിഗ്നിഫിക്കൻറ്റ് കോമോർബിഡിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു വകുപ്പ് കൂടെ ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ നൽകുന്ന നമ്മുടെ ICMR നൽകുന്ന അവസാനത്തോട്ട് ഗൈഡ് ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഇൻകൺക്ലൂസീവായിട്ടുള്ള കേസസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മരിച്ചത് എന്ന് നിശ്ചയമില്ലാത്ത കേസുകൾ, അത് വരുമ്പോൾ ഈ പറഞ്ഞില്ലേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോമോർബിഡിറ്റീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവരത് ഇൻകൺക്ലൂസീവ് എന്ന് എഴുതിയിരിക്കുന്നത്. അതൊരു പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ഫോർ ദറ്റ് പർട്ടിക്കുലർ പേഷ്യൻറ്റ്, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ മെഡിക്കൽ മന്ത്രി അത് നിയമസഭയിൽ വയ്ക്കുമ്പോൾ വിദഗ്ധന്മാരുടെ ഒരു അഭിപ്രായം എന്ന നിലയിൽ അവർക്ക് അത് വയ്ക്കാനേ പറ്റൂ. പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതിലൊരു 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. അതായത് പോസിറ്റിവിറ്റി കേസസ് പിന്നെ മോർട്ടാലിറ്റി റേറ്റും. ഇതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് യൂത്തിനെ ഇത് ബാധിച്ചു. അതായത് സെക്കൻഡ് വേവ് വന്നപ്പോഴത്തേക്ക് 21-30 ഏജ് ഗ്രൂപ്പിലുള്ള 2,61,000-ലധികം പേരെ ബാധിച്ചു. 31-40 ഏജ് ഗ്രൂപ്പിൽ 2,52,000-ലധികം പേരെ ബാധിച്ചു. 41-50 ഉള്ള 2,33,000-ലധികം പേരെ ബാധിച്ചു. ഇത് പോസിറ്റിവിറ്റി കേസാണ്. പക്ഷേ ഈ പോസിറ്റിവിറ്റി കേസിനെ ഈ ഫാറ്റാലിറ്റി റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും വ്യത്യസ്തം. ആ ഒരു യൂത്തിന് ഇത്രയും അവർ പോസിറ്റീവായിട്ടുണ്ട്. പോസിറ്റിവിറ്റി റേറ്റിൻ്റെ പേരിലാണല്ലോ ഈ അസംബന്ധങ്ങളൊക്കെ കാണിക്കുന്നത്. അവർ പോസിറ്റീവായിട്ടുണ്ട്. പക്ഷേ ഈ പോസിറ്റിവിറ്റി ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫാറ്റാലിറ്റി എന്ന് മന്ത്രി പറയുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ റിപ്പോർട്ടിൽ അത് പറയുന്നില്ല. മന്ത്രി എടുത്തു പറയുന്നുണ്ട് മരിച്ചിട്ടുള്ളത് ഒട്ടുമിക്കവാറും 81-90 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, 71-80 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, 91-100 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 21-30, 31-40, 41-50 എന്ന് പറയുന്ന 2-4-6 ഒരു 7-8 ലക്ഷം പേർ ഒരു പോസിറ്റീവായിട്ട് കണ്ടെത്തിയവരാണ്. രോഗം പോസിറ്റീവാണെന്ന് കണ്ടെത്തിയവരാണ്. രോഗം സ്ഥിരീകരിച്ചു എന്നാണ് ഇവിടുത്തെ ഭാഷ. എന്തായാലും ഇപ്പോഴും ഇതിലെന്തോ കൈൻഡ് എനഫ് ടു സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവായിട്ട് 8 ലക്ഷം പേരെ പോസിറ്റീവായിട്ട് കണ്ടെത്തി. അതെല്ലാം യുവാക്കളാണ്. ഈ യുവാക്കളുടെ ഇടയിൽ നിന്ന് എത്ര പേര് മരിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ കണക്കില്ല. അതിനെപ്പറ്റി സ്പർശിക്കുന്ന, അതിനെ കോറിലേറ്റ് ചെയ്യുന്നില്ല. 8 ലക്ഷം പേര് പോസിറ്റീവായി യുവാക്കളുടെ ഇടയിൽ, 8 ലക്ഷം പേര് പോസിറ്റീവായി, അതൊരു കണക്ക്. രണ്ടാമത് മരിച്ചതിൻ്റെ കണക്ക് എങ്ങനെയാണ്? 81-90 ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ 2.93% പേര് മരിച്ചു. 71-80 ഗ്രൂപ്പിൽപ്പെട്ടവർ 1.94% മരിച്ചു. 91-100 ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ 1.55% മരിച്ചു. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം പരിഗണിക്കേണ്ടത് ഈ ഫാറ്റാലിറ്റീസിൻ്റെ ഏജ് ഗ്രൂപ്പ് എടുക്കുമ്പോഴത്തേക്ക് 81-90-ലും 71-80-ലും
തൊണ്ണൂറ്റൊന്ന് നൂറിലും പെട്ടവർ ഈ ഇത്രയും പേര് മരിച്ചിരിക്കുന്നു. അവിടെയാണ് ഫാറ്റാലിറ്റീസ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഫാറ്റാലിറ്റീസ് ഉണ്ടായിട്ട് പറയുന്നില്ല. മോർട്ടാലിറ്റി ഈ പോസിറ്റീവ് ആയവരെല്ലാം മോർട്ടാലിറ്റി റേറ്റിൻ്റെ ഭാഗമായിട്ട് തീരുന്നില്ല. അവരെല്ലാം അതിൻ്റെ പേരിൽ മരണപ്പെടും. ഈ പോസിറ്റിവിറ്റിയുടെ പേരിൽ മരണപ്പെടുന്നില്ല. കൂട്ടായ പോസിറ്റിവിറ്റിയുടെ പേരിൽ ആരും മരണപ്പെട്ടതായിട്ട് പറയുന്നില്ല. മറിച്ച് മറ്റൊരു ഏജ് ഗ്രൂപ്പ്, അപ്പോൾ അവർ പോസിറ്റീവ് ആയിരിക്കണം അല്ലോ. പക്ഷെ അവർ പോസിറ്റീവ് അല്ലെങ്കിൽ പോലും, അതായത് നിങ്ങൾ ഈ പറയുന്ന 81-90 ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ, 71-90 ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ, 91-100 ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ, അവിടെയാണ് ഫാറ്റാലിറ്റീസ് ഉണ്ടായിരിക്കുന്നത്, മരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ ഇവിടെ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് അവരുടെ മരണത്തിൻ്റെ കണക്കൊന്നും എടുക്കാമോ? ഈ 2 മാസങ്ങളിലെ കണക്കാണ് നിങ്ങളിവിടെ പറയുന്നത്. ഈ അതായത് 2019 ഈ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഈ ആൾക്കാർ എത്ര ശതമാനം വീതം കേരളത്തിൽ മരിച്ചിട്ടുണ്ട്? കോവിഡിൻ്റെ സഹായമില്ലാതെ തന്നെ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു കണക്കൊന്നും എടുക്കാം. കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിന് ഈ പറഞ്ഞ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുകയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ കോവിഡ് ഇമ്പാക്ട് ദയർ. ഈ 81-90 ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ, 81-90 ഇടയിൽപ്പെട്ട ഏജ് ഗ്രൂപ്പുള്ളവർക്ക് കോമോർബിഡിറ്റി അങ്ങനെയുള്ളൊരു ചിന്ത പോലും നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല. ആ വാർദ്ധക്യ ദിശയിലെത്തുന്നവർക്ക് അവരുടെ ജീവിതകാലം ഉണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ, രോഗങ്ങൾ, അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എല്ലാം അവരുടെ ഈ വാർദ്ധക്യകാലത്തെ ആ ജീവിതത്തിൻ്റെ അവശതയിലുണ്ടാകും. ആ വാർദ്ധക്യകാല അവശത എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു സിഗ്നിഫിക്കൻറ്റ് മോർബിഡിറ്റി ഒന്നും വേണ്ട കാര്യമില്ല. അപ്പം മരിച്ചത് മിക്കവാറും പേര് അവരാണ്. ഈ പറഞ്ഞതുപോലെ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വലിയൊരു കൂട്ടത്തുനിന്ന് വലിയ മരണങ്ങൾ ഉണ്ടായിട്ടില്ല. മരിച്ചത് 81-90 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അവർ പറഞ്ഞില്ലേ, അവർ മരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോവിഡ് കൂടെ ഉണ്ടെങ്കിലേ പറ്റുമെന്നില്ല. അവർക്ക് അല്ലെങ്കിൽ തന്നെ വാർദ്ധക്യകാല അവശതകളും മറ്റു രോഗങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ വർത്തമാനപത്രം തന്നെ ഒന്ന് നിവർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോവിഡ് ഇല്ലാതെ തന്നെ ഈ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് പേര് മരിക്കുന്നതായിട്ട് കാണാം. 81-90 പെട്ട് മരിക്കുന്നതായിട്ട് കാണാം, 71-80 പെട്ട് മരിക്കുന്നതായിട്ട് കാണാം, 91-100 പെട്ട ആൾക്കാർ മരിക്കുന്നതായിട്ട് കാണാം. നമ്മളിപ്പോൾ ഗൗരിയമ്മ മരിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും ഒരു കോവിഡ് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാനാവുന്ന ഒരു കണക്ക് ഭാഗ്യവശാൽ അത് ഒരു പക്ഷേ മെഡിക്കൽ മന്ത്രിയുടെ സത്യസന്ധത കൊണ്ട് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ദർ ഇസ് നോ കോവിഡ് ഇമ്പാക്റ്റ് ഇൻ ദീസ് ഡെത്ത്സ് എന്നുവെച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് ഈ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഇത്ര ശതമാനം പേര് ഒരു 2 മാസത്തിനുള്ളിൽ മരിക്കുന്നു എന്ന് പറയുന്നത് മഹാത്ഭുതമൊന്നുമല്ല. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി വെച്ച് മുൻ വർഷങ്ങളിലും ഈ റേറ്റിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ റേറ്റിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന ഒരു കോവിഡ് ഇമ്പാക്റ്റ് ഈ ഫാറ്റാലിറ്റിയിൽ, മരണനിരക്കിൽ അത് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രത്യേക പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 80 മുതൽ 100 71 മുതൽ 100 വയസ്സ് വരെയുള്ളവരുടെ ഇടയിലുള്ള മരണമാണ് പറയുന്നത്. 71 മുതൽ 100 വയസ്സ് വരെ മരണം, അത് 2 മാസത്തിനുള്ളിൽ എത്ര മരണങ്ങൾ നടക്കുന്നു? ആ മരണങ്ങളിൽ കോവിഡിൻ്റെ ഇമ്പാക്റ്റ് എന്ത്? കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതെ എത്ര പേര് മരിക്കുമായിരുന്നു എന്ന് മുൻകാല കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ ദിവസവും തുള്ളുന്ന പോലെ മഹാമാരി എന്നും പറഞ്ഞ പാട്ടും പാടി തുള്ളാൻ വേണ്ടിയുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. രണ്ടാമത്, ഇദ്ദേഹത്തിൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് യാതൊരു റിലവൻസും ഇല്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞില്ലേ. 8 ലക്ഷം യുവാക്കന്മാർ പോസിറ്റീവായിട്ട് കണ്ടെത്തുകയും അവർ ഈ മരണത്തിൻ്റെ ഈ വ്യവസ്ഥയുമായിട്ട് അവരെ കോറിലേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് സംതിങ് ഔട്ട്സൈഡ് ഡെത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു സാങ്കല്പികമായ ഒരു രോഗാവസ്ഥ മാത്രമാണ്, അശാസ്ത്രീയമായ ഒരു രോഗാവസ്ഥ മാത്രമാണ് അത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അസംബന്ധമാണ് എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു രേഖയാണ് യഥാർത്ഥത്തിൽ. ഇത് ഈ ഹിന്ദു ദിനപത്രത്തിൻ്റെ 4-ാം പേജിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവരുടെ സത്യസന്ധത കൊണ്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ ആ കിട്ടിയ റിപ്പോർട്ട്, അവർക്ക് കിട്ടിയ ലഭ്യമായ റിപ്പോർട്ട് ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നുവെച്ചാൽ അതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻ നടത്താൻ സാധ്യതയുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ താല്പര്യങ്ങളുള്ള ആൾക്കാർ. എന്നാലും അവർ കിട്ടിയ റിപ്പോർട്ട് അതേപോലെ സത്യസന്ധമായിട്ട് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഡെത്ത്, സെക്കൻഡ് വേവ് ഡെത്ത്സ് എന്ന് പറയുന്നത്, സെക്കൻഡ് വേവ് ഡെത്ത്സിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് വേവ് ഡെത്ത്സിലും
ഈ പറഞ്ഞതുപോലെ ഫാറ്റാലിറ്റീസ് എന്ന് പറയുന്നിടത്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് 70 മുതൽ 100 വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് ഡെത്ത് നടന്നിരിക്കുന്നത്. ഈ പറഞ്ഞ 8 ലക്ഷം പേർക്ക് യുവാക്കന്മാർക്ക് പോസിറ്റീവായിട്ട് അത് കണ്ടെത്തിയെങ്കിലും യുവതികൾക്ക് അത് പോസിറ്റീവായിട്ട് കണ്ടെത്തിയെങ്കിലും അവർ 10 ദിവസം കഴിഞ്ഞപ്പോഴേ അവർ എണീറ്റ് വീട്ടിൽ പോയി. അവിടെ കുറച്ച് ദിവസം അവിടെയൊക്കെ കിടന്ന് ചുറ്റിക്കറങ്ങി കിടന്നതിന് ശേഷം അവരെണീറ്റ് വീട്ടിൽ പോയി. ഈ ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും പോസിറ്റിവിറ്റി റേറ്റ് 13 നിൽക്കുകയാണ്, അല്ലെങ്കിൽ 14 നിൽക്കുകയാണ്. അത് 29-ലും 30-ലും ഒക്കെ നിന്നിരുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ ലോക്ക്ഡൗൺ ഉണ്ടാക്കി, നമ്മൾ ജനങ്ങളെ പീഡിപ്പിച്ചു. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ന്യായീകരണമായിട്ടിരിക്കാൻ പറ്റുക? ഇതിൻ്റെ പറഞ്ഞില്ല, ഒരു ലിവിങ് ഡോക്യുമെൻ്റാണിത്. ഞാൻ ഇതിനെ മാത്രം ആധാരമാക്കി പറയുകയാണ്. നിങ്ങൾ പറയുന്നില്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മോർബിഡിറ്റീസ് ഒന്നും ഇല്ലായിരുന്ന ആൾക്കാരാണ് 18% പേരും മരിച്ചതെന്ന് പറയുമ്പോൾ ആ 18%-ൽ ഈ പറയുന്ന 71-100 വയസ്സിൻ്റെ വിഭാഗമാണ് പ്രധാനമായിട്ടും വരുന്നത്. അല്ലാതെയുള്ള മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചെറുപ്പക്കാരും മരിച്ചിട്ടുണ്ട്, പല കാരണങ്ങളുണ്ട് മരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരെല്ലാം കൃത്യമായിട്ടും കോവിഡ് കൊണ്ട് മാത്രമാണ് മരിച്ചതെന്ന് പറയാൻ കഴിയുന്നില്ല. അത്രയേ ഉള്ളൂ. ഇതിൽ ഈ ഡെത്തിൽ കോവിഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത് അവർ പ്രയോഗിക്കുന്നതാണ്, CDC-കാർ പ്രയോഗിക്കുന്നതാണ് ബുദ്ധിപൂർവ്വം. അവർ കോവിഡ് മരണമെന്ന് പറയില്ല, കോവിഡിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇതിലൊന്നിലും കോവിഡിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും ഈ ഡെത്ത് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ ചെയ്യുന്നത് എന്തുമാത്രം ക്രൂരമായിട്ടുള്ള ജനദ്രോഹമാണ്. നമ്മുടെ ഈ സാമ്പത്തിക അടിത്തറയെ, ധനകാര്യ അടിത്തറയെ തകർക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ജനജീവിതത്തെ നിഷ്ക്രിയവും ഒരുമാതിരി ഈ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക്, ഒരു തീവ്ര ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. അത് സാമ്പത്തികം മാത്രമല്ല, മനഃശാസ്ത്രപരമായ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഒരു വലിയ സമൂഹത്തെ പിടിച്ച് താഴ്ത്തുന്നു. ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നതിന് ആധാരമായിട്ടുള്ളത് എന്താണ്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി റേറ്റാണ്. 8 ലക്ഷം പേര് പോസിറ്റീവായ ഒരു വിഭാഗത്തിൽ നിന്ന് ആ വിഭാഗം 8 ലക്ഷം പോസിറ്റീവ് ആകുന്നു എന്ന് കണ്ടെത്തിയത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഒരു പ്രത്യേകിച്ച് വിശേഷവുമില്ല. അതൊന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് അവർക്ക് രോഗം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. പോസിറ്റീവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റീഡിങ് ആയിക്കൊള്ളണമെന്നുമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ളൊരവസ്ഥ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞില്ലേ, വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ വെറുതെ നമ്മൾ മേനിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നെങ്കിലും, ഇപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു പറഞ്ഞില്ലേ മന്ത്രിസഭാ യോഗം നടക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഈ കോവിഡ് ആലോചന യോഗം, കോവിഡിനെ പറ്റി തീരുമാനം എടുക്കാൻ ഒരു പോളിറ്റ് ബ്യൂറോ, ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ മറ്റുണ്ട്. അവരാണ് ഇതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ലോക്ക്ഡൗൺ നീട്ടണോ വേണ്ടയോ എന്നൊക്കെ. അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ആ മഹാനുഭാവനിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെഡിക്കൽ മന്ത്രിക്ക് ഈ കാര്യങ്ങൾ സംശയത്തിൻ്റെ രൂപത്തിൽ നിന്ന് ഉന്നയിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി യൂസ് ഓഫ് ദിസ് പോസിറ്റിവിറ്റി എക്സസൈസ്? അതുകൊണ്ട് എന്താണ് ഉപയോഗം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ലോകത്തെ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ആളിൽ ഇത്രയും പേര് ഇങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടെത്തി അവരെ ചെക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് അവരെ കൊണ്ട് ഒരു പ്രത്യേക അവരെ വീടുകളിലും ഒന്ന് പുറത്തിറങ്ങരുതെന്നും പറഞ്ഞ് കുറേ പേരെ വെച്ചു. കുറേ പേരെ ഒരു വലിയ കൂട്ടം ഉണ്ടാക്കിയ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വേവലാതിയും അരാജകത്വം ഉണ്ടായി. അതിൻ്റേതായ വേറെ നാശനഷ്ടങ്ങളുണ്ട്. ഇത് പറയുന്നതൊന്നും അല്ല. വേറെ ഒരുപാട് മരണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ മരണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു ഭരണാധികാരി ഏകാധിപത്യപരമായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സമൂഹത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞില്ലേ. നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യം പാനിക്കായിരുന്നു, പിന്നെ പാരനോയയുടെ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നു. ഒരു വിഭ്രാന്തിയുടെ അവസ്ഥയിൽ സ്വയം ഭ്രമിക്കുകയും സ്വയം സംശയിക്കുകയും എനിക്ക് രോഗമാണ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഉണ്ടായി വരികയും, നിനക്ക് രോഗമില്ലെങ്കിൽ നിനക്ക് ഈ രോഗമുണ്ട് എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഡോക്ടർമാരുണ്ടാകുകയും, അല്ലെങ്കിൽ നീ അസിംറ്റമാറ്റിക് ആണെങ്കിൽ എന്നെ രോഗിയാക്കി മാറ്റാൻ എനിക്ക് കഴിയും എന്ന് പറയുന്ന കുറേ ടെസ്റ്റുകൾ ഉണ്ടാകുകയും, ഈ ഒരു സാഹചര്യം നമ്മൾ കണക്കുന്നു. ഇപ്പോൾ ജെനുവിനായിട്ട് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് വരുന്നു, ഇപ്പോൾ സെക്കൻഡ് വേവ് വരുന്നു, തേർഡ് വേവ് വരുന്നു, ഇത് ഒരു പകർച്ചവ്യാധി എന്ന നിലയിൽ നമ്മളെ ബാധിക്കുന്നു എന്ന് പറയുന്നതും ഈ തരം കൃത്രിമമായിട്ടുള്ള സങ്കേതങ്ങളിലൂടെ നമ്മൾ രോഗവ്യാപനത്തിൻ്റേതായ ഒരു പരിസരം സൃഷ്ടിക്കുന്നത്. അതായത് ഈ ടെസ്റ്റുകളിലൂടെ ഉണ്ടാക്കിയ പോസിറ്റിവിറ്റിയുടെ ഈ വലിപ്പമാണ് ഇവിടെ രോഗവ്യാപനത്തിൻ്റേതായ ഒരു ഭീതി ഉണ്ടാക്കിയത്. ആ രോഗവ്യാപനത്തിൻ്റെ ഭീതിയിൽ നിന്നാണ് മറ്റുള്ള എല്ലാ അത്യാഹിതങ്ങളും ഉണ്ടായി വന്നിട്ടുള്ളത്.
അപ്പോൾ അത്രയും കാര്യം ഈ പറഞ്ഞില്ലേ 20 മിനിറ്റ് അങ്ങനെ പോകുന്നെങ്കിലും അതൊരു നഷ്ടമല്ല. എല്ലാ ദിവസവും ആവർത്തിക്കുന്നതിലും ഓരോ ദിവസവും പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും യാതൊരു സങ്കോചവുമില്ലാതെ ഞാൻ ഇത് തന്നെ ആവർത്തിക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത് റിവ്യൂ ചെയ്യേണ്ടതാണ്, നമ്മൾ ഇതുവരെയുള്ള നിലപാട് റിവ്യൂ ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിലും തോന്നാത്ത ഒരാൾ, അതായത് ഒരു വലിയ ഒരു പ്രതിസന്ധിയിൽ സംസ്ഥാനം അകപ്പെട്ടിരിക്കുമ്പോൾ, ഒരു രോഗത്തിൻ്റേതായ ഒരു മഹാപ്രതിസന്ധിയിൽ നമ്മൾ സംസ്ഥാനം അകപ്പെട്ടിരിക്കുമ്പോഴേക്ക് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടുവന്ന കാര്യങ്ങൾ എന്തുമാത്രം ശരിയായിരുന്നു, എന്തുമാത്രം യൂസ്ഫുള്ളായിരുന്നു, അത് രോഗപ്രതിരോധത്തെയാണോ അത് രോഗപ്രതിരോധത്തിനാണോ അത് പ്രയോജനപ്പെട്ടത്, അതോ അത് രോഗം സംബന്ധിച്ചുള്ള ഒരു ഭയവ്യാപനത്തിനാണോ പ്രയോജനപ്പെട്ടത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത് മന്ത്രിസഭയ്ക്ക് പരിശോധിക്കാം, നിയമസഭയ്ക്ക് പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാം. ഇത് കുറിച്ച് ഈ കാര്യങ്ങൾ പറയുന്ന ഡോക്ടർമാർ കുറേ കാലം ആയിട്ട് ഇവിടെ ഉണ്ട്, അവരിത് പറയുന്നുണ്ട്. മറിച്ച് ഒരു പ്രചാരണ വ്യൂഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെല്ലാം ഈ സമൂഹത്തെ കൊറോണവൽക്കരിക്കുന്ന ഒരു വിഷഗ്ര സമൂഹവും ഇവിടെ ഉണ്ട്. ഇതങ്ങനെയല്ല, നമുക്കിത് എന്താണെന്ന് കണ്ടെത്തി ഇതിനു വേണ്ടിയുള്ള റിലീഫ് തരാം എന്ന് പറയുന്ന വേറൊരു തരം ഡോക്ടർമാരുടെ സമൂഹവും രണ്ടും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയ്ക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ഈ തരത്തിലുള്ള ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി ഇന്നലത്തെ തുടർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ അവസാനം എത്തിയത് കിഫ്ബി എന്ന് പറയുന്ന ഒരിടത്താണ്. കിഫ്ബി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് വെച്ചാൽ ഇത് 1999 ഒരു ആക്റ്റാണ്. 1998 നമ്മൾ കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബശ്രീയുടേതായിട്ടുള്ള സൊസൈറ്റി രജിസ്ട്രേഷൻ നമ്മൾ നടത്തുന്നത്. 99 തന്നെ നമ്മൾ കിഫ്ബി ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഇവരുടെ കുടുംബശ്രീകളുടെ കാര്യത്തിൽ അവർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളതല്ല, അത് ശുദ്ധമായൊരു ധനകാര്യ ബിസിനസ്സായിട്ട്, ധനകാര്യ വ്യാപാരം എന്നുള്ള രീതിയിലാണ് അവരുടെ ഈ CDS വിഭാവന ചെയ്തിരിക്കുന്നത്. അതായത് ധനകാര്യ മുതലാളിത്തത്തിൻ്റെ ഒരു കോയ്മയുടെ കാലത്ത് അതിൻ്റെ ഒരു അനുബന്ധം എന്ന നിലയിൽ ഈ ലോക ധനകാര്യം വിറ്റഴിക്കുന്നതിന് കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുടുംബങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി അവരെ അതിൻ്റെ കസ്റ്റമേഴ്സാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു വ്യാവസായിക അല്ലെങ്കിൽ ഒരു വ്യാപാര തന്ത്രം, ഒരു കമ്പോള ധർമ്മം നിറവേറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ചില ചില്ലറ നേട്ടങ്ങളും ഛേദങ്ങളും അതൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് വേർതിരിഞ്ഞ് നിൽക്കുന്നതാണ്. പക്ഷേ ഈ 1999 ഈ കിഫ്ബി എന്ന് പറയുന്ന, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് എന്നാണ് അതിനെ പറയുന്നത്. ആ ആക്ട് ഇതുമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. അതായത് അത് ഈ MB ഫണ്ടിനെ പോലെ, MLA ഫണ്ടിനെ പോലെ, പഞ്ചായത്ത് ഫണ്ടിനെ പോലെ അത് അതിൻ്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ലോണെന്ന് അതിനകത്ത് അർത്ഥമില്ല. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് നമുക്ക് കടമെടുക്കുന്നതിന് പരിധികളുണ്ട്. കേന്ദ്ര സർക്കാർ കടം തരുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ആളുകൾ കടം തരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസ്യത വേണം. ആ വിശ്വാസ്യതയ്ക്കെല്ലാം വലിയ ഇടിവ് സംഭവിച്ച് നമ്മൾ ആ പാപ്പരായി നിൽക്കുമ്പോഴത്തേക്ക് ഇനിയും കടമെടുക്കുന്ന ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിൽ കടമെടുപ്പിന് വേണ്ടി കണ്ടെത്തിയ ഒരു പദ്ധതി എന്ന നിലയിലാണ് പലരും ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നെങ്കിലും ബേസിക്കായിട്ട് അങ്ങനെ അല്ല. ഇത് 1999 ഈ ആക്ട് കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ അവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല. ഈ തരത്തിൽ നമ്മൾ കടത്തിൻ്റെ പാതാളത്തിലൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് കടം അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. അവിടെ നിക്ഷേപം കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കിഫ്ബി വരുമ്പോൾ ഒരു ബോർഡ് ഉണ്ടാക്കുമ്പോഴും അത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തുക, അതിനു വേണ്ടിയുള്ളൊരു ബോർഡാണ്. അല്ലാതെ കടമെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോർഡല്ല. മൗലികമായിട്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് എവിടെ നിന്നും കടമെടുക്കണമെന്ന് ആരോടും പറയുന്നില്ല. കടമെടുക്കുന്നതിനുള്ള ബോർഡും അല്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മസാല ബോണ്ടോ
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഉള്ള ബോണ്ട്. മസാല എന്ന് പറയുന്നത് ഈ ഇന്ത്യക്കാർ സ്പൈസസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ബോണ്ടിനും മസാല ബോണ്ട് എന്നൊക്കെ വിളിക്കുന്നു. അത് ഒരു അഭിമാനത്തിന് മുദ്രയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ലണ്ടൻ എക്സ്ചേഞ്ച് കണ്ട് അന്തം വിട്ട് നിൽക്കുന്നു. എന്നിട്ട് അവിടെ മണിയടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പള്ളിയിൽ മണിയടിക്കുന്ന ഭക്തിയോടെ അവിടെ മണിയടിക്കുന്നു. ഇനി അവിടെ സ്ഥിരമായിട്ട് മണിയടിച്ച ആളിനെ പിരിച്ചു വിട്ടിട്ട് ഇദ്ദേഹമാണ് നല്ല മണിയടിക്കാരനെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിനെ അവിടെ സ്ഥിരമായിട്ടൊന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖ്യമന്ത്രി ഇല്ലാതായി പോകുമല്ലോ എന്ന് നമ്മൾ ഭയന്നിരുന്ന കാലത്താണ് എന്തായാലും നമുക്ക് മുഖ്യമന്ത്രിയെ തിരിച്ചു കിട്ടിയത്. അദ്ദേഹം അവിടെ തന്നെ ആയിപ്പോയില്ല, അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവിടെ ഇതിൻ്റെ മാർക്കറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സങ്കേതങ്ങളുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റത് മറിച്ച് കടം കൊടുക്കുന്നത്, സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് ഏർപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കിഫ്ബി എന്ന് പറയുന്നതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് വൈ കിഫ്ബി എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അതായത് നിങ്ങൾ MP ഫണ്ടിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു, MLA ഫണ്ടിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ്, വേറെ ഒന്നിനും പണം പാടില്ല, ആ പണം ഉപയോഗിക്കാൻ പാടില്ല. പഞ്ചായത്തിൻ്റെ 40% ഫണ്ടിൽ കൊണ്ട് നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന അതേ കാലഘട്ടത്തിൽ ആ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന അതേ കാലത്ത് 96-ൽ കഴിഞ്ഞ ശേഷം 99-ൽ നിങ്ങൾ വീണ്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വീണ്ടും ഇൻഫ്രാസ്ട്രക്ചറിന് ഊന്നൽ കൊടുക്കുന്ന ഒരിത് എന്തിനു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പറഞ്ഞില്ല, ഒരു രജിസ്ട്രേഷൻ വരുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആക്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെജിസ്ലേഷൻ. ദർ ഷുഡ് ബി ആൻ ഇൻറ്റൻഷൻ ഫോർ ലെജിസ്ലേഷൻ എന്നുള്ളതാണ് പ്രധാനം. ആൻഡ് വാട്ട് ഈസ് ദി ഇൻറ്റൻഷൻ ഓഫ് ദിസ് ലെജിസ്ലേഷൻ? ഇങ്ങനൊരു നിയമം, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇൻറ്റൻഷൻ കടമെടുപ്പല്ലല്ലോ, ആണെന്നാരും പറയില്ലല്ലോ. നിക്ഷേപം ഉണ്ടാക്കലാണ്. നിക്ഷേപം ഉണ്ടാക്കുന്നതിന് വ്യവസ്ഥകൾ ഉണ്ടാക്കലാണ്. ആ നിക്ഷേപം എന്തിനു വേണ്ടിയുള്ളതാണ്? അത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഉൽപ്പാദനം ഏത് തരത്തിലുള്ള ഉൽപ്പാദനമാണെന്ന് ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യ ഘട്ടത്തിലൊക്കെ ഐസക് ഫ്രാങ്ക് കൂടെ എഴുതിയിട്ടുണ്ട്. അത് കൊച്ചു കൊച്ചു തരത്തിലുള്ള ഉൽപ്പാദനങ്ങളെ ആകാൻ പാടുള്ളൂ. അതായത് മൈക്രോ ലെവൽ പ്രൊഡക്ഷൻസ് ആകാം. മാക്രോ ലെവൽ പ്രൊഡക്ഷൻസ് കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്തോ ഇന്ത്യയെ പോലുള്ളൊരു രാഷ്ട്രത്തിനോ പാടില്ല മാക്രോ ലെവൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ലെവൽ പ്രൊഡക്ഷൻ മെഴുതിരിയാകാം, പിന്നെ അല്ലെങ്കിൽ മിസ്മേരി സോപ്പാകാം. അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാരാരിക്കുളം പദ്ധതി വരുമ്പോഴത്തേക്ക് മാരാരിക്കുളത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ മറ്റേ ഈ പയ്യൻ്റെ ഈ സാഗര തീരത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ആളിലൊക്കെ അവിടെ നിന്നൊക്കെ എവിക്റ്റ് ചെയ്ത് മാരാരിക്കുളം എന്ന് പറയുന്നത് ആദ്യത്തെ എന്തായിരുന്നു അല്ലാതായി മാറി. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് ദീർഘമായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ 99-ൽ ഇങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കുമ്പോൾ, ഓരോ ലെജിസ്ലേഷൻ ഉണ്ടാക്കുമ്പോഴും നമ്മൾ പറഞ്ഞ 1996-ലെ ഈ പറഞ്ഞില്ലേ 74th അമെൻമെൻറ്റ് ഉണ്ടാക്കുമ്പോഴും ആ അമെൻമെൻറ്റിന് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കൊടുക്കുക എന്നുള്ള, അതിൻ്റെ പേരിൽ പണം കൊടുക്കുക, പണം കൈമാറുക എന്നുള്ളതാണ് അതിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഓരോ ആക്ട് വരുമ്പോഴും അതിനൊരു ഇൻറ്റൻഷൻ ഓഫ് ലെജിസ്ലേഷൻ എന്നുള്ളതുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, ഇത്രയും റൂട്ടുകളിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം കൊടുക്കണം, അത് ഉൽപ്പാദനപരമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള അതിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഒരു ധാരണയുള്ളൊരു അവസ്ഥയിൽ 99-ൽ വീണ്ടും എന്തിനാണ് ഈ തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉണ്ടാക്കാനും അതിനുവേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കാനുമുള്ള ഒരു ആക്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്നത്? ഗവൺമെൻറ് അല്ല കൊണ്ടുവരുന്നത് വേൾഡ് ബാങ്കാണ്. കേരളത്തിൽ നമ്മളത് സ്വീകരിക്കുന്നു. വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വേൾഡ് ബാങ്ക് പറയുന്നു, നമ്മളും പറയുന്നു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വേൾഡ് ബാങ്ക് പറയുന്നു, നമ്മളും പറയുന്നു ഇൻഫ്രാസ്ട്രക്ചർ. എന്തുകൊണ്ടാണ്? അങ്ങനെയല്ലേ ഞാൻ പണം തരുമെന്ന് വേൾഡ് ബാങ്ക് പറയുന്നു, നമുക്ക് പണം കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റേതായിട്ടുള്ളൊരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഇത് എന്തിന് എന്നുള്ളതാണ്. നമുക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ആൾ ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പോൾ കടം വാങ്ങാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ നമ്മൾ കടം വാങ്ങാതെ നമ്മൾ ജീവിക്കും. അപ്പോൾ ഒരു ആളുകളിപ്പോൾ പറയുന്നത് കിഫ്ബിയുടെ ഗുണം കിട്ടാത്ത ആരൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ട് കേട്ട ചിരി വരും. കിഫ്ബി എന്ന് പറയുന്ന ആരുടെയെങ്കിലും കുടുംബ സ്വത്താണോ? അത് കെ എബ്രഹാമിൻ്റെ, TM തോമസ് ഐസക്കിൻ്റെ, പിണറായി വിജയൻ്റെ സ്വകാര്യ സമ്പാദ്യമൊന്നുമല്ല ഈ കിഫ്ബി എന്ന് പറയുന്നത്. കിഫ്ബി എന്ന് പറയുന്നത് ഈ ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ്. നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. നിക്ഷേപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നോട്ട് ലോൺ.
ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം, നമ്മുടെ അടിസ്ഥാന സൗകര്യം എത്ര വികസിപ്പിച്ചിട്ടും അത് വികസിക്കുന്നില്ല. എല്ലായിടത്തും കൂടെ വികസിപ്പിച്ചിട്ടും വികസിക്കുന്നില്ല. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഫണ്ടാണത്. അപ്പോൾ ആ ഒരു ഫണ്ട് ഇവിടെ വരുമ്പോൾ എന്തിനാണിത്? ഇനിയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നിക്ഷേപം വേണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ നിക്ഷേപത്തിൻ്റെ മറവിൽ നമ്മൾ പോയി കടമെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. നമ്മൾ മസാല ബോണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ ഇവിടെ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന പലിശയെക്കാളും കൂടുതൽ പലിശയ്ക്ക് പണം കടമെടുത്തുകൊണ്ട് വരും. അതാണ് മസാല ബോണ്ടിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ 1% അല്ലെങ്കിൽ ഒരു 0.5% എങ്കിലും അവിടെ പലിശ കൂടുതലാണ്. ആ പലിശ കൂടുതലായിട്ടുള്ള ഒരു ബോണ്ടേജിൽ നമ്മൾ ഏർപ്പെടുകയാണ്. എന്നിട്ട് ഇതിൻ്റെ റിട്ടേൺസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് നിലനിൽക്കണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്തിനിത് നിലനിർത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ കടമെടുപ്പിന് വേണ്ടിയാണെങ്കിൽ ഇതെന്തിന് നിലനിർത്തണം? അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ആദ്യം വരുന്നത് ഇപ്പോൾ സെബിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞ് 1992 ഒരു ആക്ട് ഉണ്ടായിട്ടുണ്ട്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992. അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇൻ ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ആക്റ്റാണ് സെബി എന്ന് പറയുന്ന ആക്ട്, ആൻഡ് റെഗുലേറ്റ് ദി ബിസിനസ്. അപ്പോൾ എന്താണ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിക്ഷേപത്തിൻ്റെ ഒരു രൂപമാണ്. ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ് സെബിയുടെ ഈ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അട്രാക്ട് ന്യൂ ക്യാപിറ്റൽ ബൈ മീൻസ് ഓഫ് ന്യൂ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് ടു ട്രാൻസ്ഫർ റിയൽ അസറ്റ് ടു ഫിനാൻഷ്യൽ അസറ്റ്. അത് സെബിയുടെ കാര്യമാണ്, കിഫ്ബിയുടെ കാര്യമല്ല. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ടു അട്രാക്ട് ന്യൂ ക്യാപിറ്റൽ ബൈ മീൻസ് ഓഫ് ന്യൂ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ്. അതായത് കടമെടുക്കുന്നതിന് അതിൻ്റെ ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കടമെടുക്കുന്നതിന് ആധാരമായിട്ടൊരു സെക്യൂരിറ്റി ഉണ്ടാകുക, ഒരു സെക്യൂരിറ്റി തുക ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വെൽത്ത് ഉണ്ടാകുക. ആ സെക്യൂരിറ്റി വെൽത്ത് സുരക്ഷിതമായിരിക്കുക. അത് ഇൻവെസ്റ്റർക്ക് വേണ്ടി ചെയ്യുന്നൊരു സേവനമാണ്. നമ്മൾ ഒരാളുടെ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ അതിനൊരു സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെബിയുടെ നിയമം കൊണ്ടുവരുന്നത്. ആ സെക്യൂരിറ്റി തുകയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിയമം കൊണ്ടുവരുന്നത്. അതിൽ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ രസകരമായൊരു കാര്യം കൂടിയുണ്ട്. സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് ടു ട്രാൻസ്ഫർ റിയൽ അസറ്റ് ടു ഫിനാൻഷ്യൽ അസറ്റ്. അതായത് റിയൽ അസറ്റിനെ ഫിനാൻഷ്യൽ അസറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ അസറ്റും ഫിനാൻഷ്യൽ അസറ്റും രണ്ടാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ പറയും. ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഈ നാണയ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട്, ധനകാര്യ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞില്ലേ, റിയൽ അസറ്റ് എന്ന് പറയുമ്പോൾ അത് കുറേ കൂടി ഭൗതികമായിട്ടുള്ള ഒരു സമ്പത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന അതിനെ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം ഞാനിപ്പോൾ ഒരു ലോൺ എടുത്തിട്ട് എൻ്റെ 1/2 സെൻറ്റ് പുരയിടമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 1/2 സെൻറ്റ് പുരയിടത്തെ ഒരു ഫിനാൻഷ്യൽ അസറ്റായിട്ട് കൺവെർട്ട് ചെയ്യുക, അതിന് വിലയിട്ട് അതിനൊരു ഫിനാൻഷ്യൽ അസറ്റായിട്ട് കൺവെർട്ട് ചെയ്യുക, എന്നിട്ട് ഇത്ര രൂപയുടെ ബാധ്യത എന്നുള്ള രീതിയിൽ അതിനെ കൺവെർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരിത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഫിനാൻഷ്യലൈസേഷൻ ഓഫ് എക്കോണമി എന്നുള്ളതാണ്. അതായത് സമ്പദ് വ്യവസ്ഥയുടെ ധനകാര്യവൽക്കരണം
എന്ന തരത്തിൽ ധനകാര്യ മുതലാളിത്തത്തിൻ്റെ കാലത്ത് എല്ലാ സമ്പത്തുകൾക്കും നമ്മൾ വിലയിടുകയും സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കുന്ന ഈ സമ്പത്ത് അല്ലെങ്കിൽ അസറ്റ് അല്ലെങ്കിൽ റിയൽ അസറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ലെവലിലോട്ട് അതിനെ മാറ്റുകയും ചെയ്യുക. അത് ഇറ്റ് ഈസി ഫോർ ട്രാൻസ്ഫർ. അത് കുറച്ചുകൂടി അതിൻ്റെ ഒരു വിലയിടുക. ആ വിലയിട്ടിട്ട് ആ സമ്പത്തിനെ ഈ വിലയായിട്ട് പരിവർത്തിപ്പിച്ച് എടുക്കുക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഈ സെബിയുടെ ആക്ട് എന്ന് പറയുന്നത്. ഈ സെബിയുടെ ആക്ടിൻ്റെ അനുബന്ധമായിട്ട് പിന്നീട് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ 2021 അതിൻ്റെ അമെൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 2019 ഈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ അമെൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർ കിഫ്ബി പറയുന്നുണ്ട് ടു റൈസ് ഫണ്ട്സ് ടു ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ത്രൂ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്. അപ്പോൾ ഈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് സെബി ആക്ട് പ്രകാരം ഉണ്ടാക്കിയ ഒരു റെഗുലേഷനാണ്. നമ്മുടെ ലോക്സഭ പാസ്സാക്കിയിട്ടുള്ള റെഗുലേഷനാണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് മെൻ ബൈ ആൾട്ടർനേറ്റീവ്? ബദൽ എന്നുള്ളത്. എന്തിൻ്റെ ബദൽ? അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇത് അരുൺ ജെയ്റ്റ്ലി വളരെ കൃത്യമായിട്ട് ലോക്സഭയിൽ ഇതിന് മറുപടി പറയുന്നുണ്ട്. എന്തിൻ്റെ ബദലാണ്? നമ്മുടെ ട്രഷറിയുടെ ബദലായിട്ട് ഒരു ബദൽ ട്രഷറി ആയിട്ടാണ് കിഫ്ബി ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയുടെ ബാധ്യതകൾ തീർത്തു കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്, അത് വേറൊരു കാര്യം. പക്ഷേ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ വിനിയോഗത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുകയും സ്വതന്ത്രമായി അവർ ധനകാര്യ സമാഹരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഗവൺമെൻറ് ഇടപെടാൻ പറ്റില്ല. ഗവൺമെൻറ് മേ ഗിവ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വാട്ട് ഈസ് ഇറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് ഈസ് ഇറ്റ് എ ബോഡി കോർപ്പറേറ്റ് ഓർ സ്റ്റേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഐസക് സത്യസന്ധമായിട്ടോ, ഐസക് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെ പോലെയാണ്. കൊച്ചുകുട്ടികൾ ഈ ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറയുന്നുണ്ട്. കെ എം എബ്രഹാം പറഞ്ഞത് സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. കെ എം എബ്രഹാമാണ് CEO. കെ എം എബ്രഹാം ഇത് സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ CAG ഇടപെട്ടപ്പോഴത്തേക്ക് ആ ഇടപെടൽ ശരിയായോ എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ ഐസക്കിൻ്റെ നിലപാട് മൗലികമായിട്ട് ഇവരുണ്ടാക്കിയ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാടാണ്. ഐസക് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഇറ്റ്സ് എ ബോഡി കോർപ്പറേറ്റ്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റാണ് കിഫ്ബി എന്ന് പറയുന്നത്. അത് നോൺ ഗവൺമെൻറ്റലാണ്, അത് സ്റ്റേറ്റ് അല്ല. സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെയാണ്. സ്റ്റേറ്റിൻ്റെ അധികാരം അവിടെ പരിമിതമാണ്. ടു ഗീവ് ഡയറക്ഷൻ. ഞാനൊന്ന് ഓടിച്ചു നോക്കി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മെനക്കെട്ട് സാധനങ്ങളൊക്കെ ഇരുന്ന് വായിച്ചാലും മനസ്സിലും മാതിരിയായിപ്പോകും. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഈ കേസും വഴക്കുമായിട്ടൊക്കെ അതിനൊക്കെ പോകുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് സ്കാൻ ചെയ്തു പരിശോധിച്ച് അതിൻ്റെ എല്ലാം ഈ ഇതിൻ്റെ ഇൻറ്റൻഷൻ ഇതാണെന്നൊക്കെ നമുക്ക് പറയാനുള്ള ബാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഈ മരിക്കാൻ പോകുന്ന കാലത്ത് ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അത് നോക്കുമ്പോഴത്തേക്ക് ടു ഗീവ് ഡയറക്ഷൻസ്, ഗവൺമെൻറ് ഡയറക്ഷൻസ് കൊടുക്കുക. പിന്നെ വേണ്ടി വന്നാൽ ഇതിനെ ഡിസോൾവ് ചെയ്യാം, കിഫ്ബി വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം എന്നുള്ളതിൽ കവിഞ്ഞ് ബാക്കിയുള്ള ഈ ധനകാര്യ സമാഹരണത്തിൻ്റെയും ധനകാര്യ വിനിയോഗത്തിൻ്റെയും കാര്യത്തിൽ ഏതാണ്ടൊരു പരമാധികാരം തന്നെ കിഫ്ബിക്ക് കൊടുത്തിട്ടുണ്ട്. കിഫ്ബി ഈസ് എ ബോഡി കോർപ്പറേറ്റ് ആക്ടിങ് ആസ് പെർ കമ്പനീസ് ആക്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഹൗ ഫാർ ഇറ്റ് ഈസ് ബൈൻഡിങ് ടു കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ് ഡസൻറ്റ് ബിക്കം എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് എന്ന് ഐസക് പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഐസക് പറഞ്ഞത് CAGക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഓർമ്മ ആണ്, പിന്നെ രണ്ടായിടത്ത് വായിച്ചു നോക്കാനൊന്നും പറ്റിയില്ല. എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവസാനം ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞ ഈ കുടുംബശ്രീ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ അതേ വ്യവസ്ഥ കിഫ്ബിയിലുമുണ്ട്. ഓഡിറ്റിങ്ങിൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതിൽ പറയുന്ന വ്യവസ്ഥ എന്താണ്? ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെ അതാത് സമയത്ത് നമ്മൾ നടത്തിക്കൊള്ളും, അല്ലെങ്കിൽ സോഷ്യൽ ഓഡിറ്റിംഗ് കൂടെ അത് മുന്നോട്ട് പോകും. അതിൽ പിന്നെ ഗവൺമെൻറ് പണം കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ഗവൺമെൻറ് ഓഡിറ്റിംഗ്, ഒരു ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങോ ഒരു CAG ഓഡിറ്റിങ്ങോ ഒന്നും ഈ കൊടുക്കുന്ന പണം എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി ചോദിക്കുന്നൊരു ഏർപ്പാട് നമ്മുടെ ഈ മഹത്തായ ഈ CDSനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ടാണ് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളരുന്നത്.
നമ്മൾ കുറേ ആൾക്ക് പണം കൊടുത്തിട്ട് പണത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് അതിനെ ഓഡിറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞില്ലേ, ഒരു ബന്ധപ്പെട്ട ഏതെങ്കിലും പണം കൊടുക്കുന്ന സ്ഥാപനത്തെ ബോധ്യപ്പെടുത്തണമെന്നുള്ളൊരു വ്യവസ്ഥ വന്നാലേ നമ്മൾ മോശക്കാരാകും. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമുക്ക് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാം, ഇഷ്ടമുള്ളവർക്കെല്ലാം എന്തും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓഡിറ്റിങ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നടത്തും എന്നൊരു വ്യവസ്ഥ ഓർമ്മയെന്ന് പറയണത് തെറ്റാൻ സാധ്യതയില്ല. ഈ ലിറ്റററി ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ പറയുന്ന ഞാൻ കൂടെ അതിൻ്റെ പേരൊക്കെ പറയുന്നത് കുടുംബശ്രീ എന്ന് പറയുന്ന സി ഡി എസ് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനുണ്ട്. ഇതേ കണ്ടീഷൻ തന്നെയാണ് കിഫ്ബിയിലും പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഓഡിറ്റിംഗ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ്. അതിലിപ്പോൾ ഗവൺമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു CAG ഓഡിറ്റിങ്ങിന് ഇത് വിധേയമാക്കണോ എന്നുള്ള കാര്യത്തിൽ ആക്ട് സൈലൻ്റാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ CAG ഇതിനകത്തേക്ക് കടന്നു കയറിയപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് CAGക്ക് എന്ത് കാര്യം, ഇതൊരു ബോഡി കോർപ്പറേറ്റാണ്. ഈ ബോഡി കോർപ്പറേറ്റ് എന്നുള്ളതിൽ ബോഡി കോർപ്പറേറ്റ് ആയാലും പറഞ്ഞില്ല കമ്പനീസ് ആക്ട് പ്രകാരം ആയാലും അതിന് ഗവൺമെൻറ്റൽ ബൈൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും CAG അതിൽ പ്രവേശിച്ചിരിക്കും, അത് വേറെ കാര്യമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇത് ഐസക് എങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം ഇസ് ബോഡി കോർപ്പറേറ്റായിട്ട് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ആൻഡ് ഇറ്റ്സ് എ കമ്പനി, അതൊരു കമ്പനിയാണ്. കിഫ്ബി എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ്, അതൊരു ബദലാണ്. ഗവൺമെൻറ്റിന് ബദലായിട്ട് നിക്ഷേപം സമാഹരിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന, അതാണ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ആ പാതയിലൂടെ ടു റേസ് ഫണ്ട്സ് ടു ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ത്രൂ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് വെറും ഒരു പാഴ്വാക്കല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ഒരു റെഗുലേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ റെഗുലേഷനിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പാതയിലൂടെ ലോങ് ടേം ഉപയോഗത്തിനായിട്ട് ഈ പണം സമാഹരിക്കണം എന്ന് ഇവരത് എഴുതിയിട്ടുണ്ട്, കിഫ്ബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയില്ലേ, ഒന്നാമത് ഒരു കമ്പനിയാണ്, അതൊരു ബദലാണ്, ഗവൺമെൻറ് ബദലായിട്ട് ധനം സമാഹരിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതേസമയം ഈ കുടുംബശ്രീ അല്ലെങ്കിൽ CDS വരുന്ന ഒരു ഗുണം ഇതിനുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണം കടമെടുത്ത് കഴിഞ്ഞാൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ അത് കൊടുക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അത് തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനായിരിക്കും. ചിലവഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, സമാഹരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, അത് തിരിച്ചു കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന്. നിങ്ങൾ ഒരു ബദൽ ആയിട്ടുള്ള ഒരു കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു പറഞ്ഞില്ലേ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പണം കളക്ട് ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ക് നാഷണലൈസ്ഡ് ബാങ്കാകാം ഒരു സഹകരണ ബാങ്കാകാം, അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം, ഓഡിറ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ. ഇവിടെ അതിൻ്റെ കാര്യം ഇല്ല എന്നുള്ളൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തിനു വേണ്ടിയാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിക്ഷേപമാണ്, കടമെന്ന് നിങ്ങൾ പറയുന്നില്ല. നിക്ഷേപം എന്ന് പറഞ്ഞിട്ട് അവസാനം അത് കടമായിട്ട് മാറുകയാണ്. അത് ലോണായിട്ട് മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെക്യൂരിറ്റി വെക്കേണ്ടി വരുന്നു. ആ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ അസറ്റിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറച്ചുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വെർച്വൽ അസറ്റാണ്. ഇപ്പോൾ കറൻസി എന്ന് പറയുന്നത് ഒരു വെർച്വൽ അസറ്റാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഭൗതികമായിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്ന പോലെ അല്ല, അത് എക്സ്ചേഞ്ചിൽ അതിന് വാല്യൂ ഉണ്ട്. ആ തരത്തിലൊരു കൺവേർഷൻ അതിനകത്ത് നടന്നിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ പറയലോ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ സംഭവങ്ങളെല്ലാം വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ കിഡ്നി വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കേണ്ടത് ചോദ്യം നമ്മൾ ആദ്യം മുതൽ ചോദിക്കേണ്ടതാണ്. 1995 എന്തിന് PDS വരുന്നു, 1996 എന്തിനാണ് ഈ നിങ്ങളീ പറയുന്ന ജനകീയാസൂത്രണം എന്ന് പറയുന്നതിൽ കൂടെ വന്നിട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നു. പിന്നെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേറെ ഫണ്ടുകൾ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും എന്തിനാണ് ഒരു കിഫ്ബിയിലൂടെ വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അത് ഒപ്പം തന്നെ നിങ്ങൾ എന്തിനാണ് ഒരു കുടുംബശ്രീ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്
ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അതിന് ബദലായിട്ട് കമ്പനികളും നോൺ ഗവൺമെൻറ്റൽ എന്ന് പറയാവുന്ന സൊസൈറ്റികളും ഉണ്ടായിക്കൊണ്ടുവരിക. അതായത് ധനകാര്യ വ്യാപാരം നടത്തുന്ന, സ്വതന്ത്രമായി ധനകാര്യ വ്യാപാരം നടത്തിയിട്ട് അതിൻ്റെ ബാധ്യതകൾ ഗവൺമെൻറ് നൽകുന്ന ഒരു സൊസൈറ്റിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് ബദലായിട്ട് തന്നെ വരികയാണ്, നോൺ ഗവൺമെൻറ്റലാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന കിഫ്ബി വരുമ്പോഴും സ്വതന്ത്രമായിട്ട് പണം സമാഹരിക്കുകയും സ്വതന്ത്രമായിട്ട് പണം വിനിയോഗിക്കുകയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിക്കും. എല്ലാ MLA-മാർക്കും ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ലേ? കിഫ്ബിയുടെ ഗുണം കിട്ടിയിട്ടില്ല. എന്താണ് ഈ പറയുന്നത്? കിഫ്ബിയുടെ ഗുണം കിട്ടി? കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്തുവാ ഇത് സാധനം? എന്താ ഈ ചരക്ക്? ഇത് ഇവിടുത്തെ പൊതുഖജനാവിനെ അതിൻ്റെ അടിത്തറ തോണ്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലെജിസ്ലേഷനാണത്. ആ ലെജിസ്ലേഷൻ്റെ ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ കിഫ്ബി എന്ന് വിളിക്കുന്നത്. അവർ പണം സമാഹരിക്കുന്നില്ലേ? പണം സമാഹരിക്കുന്നു. അവർ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ലേ? പദ്ധതികൾ നടപ്പിലാക്കുന്നു. പക്ഷേ ഈ സമാഹരിക്കുന്ന പണം ലോണായിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. പക്ഷേ അത് ആര് തിരിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ആര് തിരിച്ചു കൊടുക്കുമെന്നുള്ളതിന് ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുന്നതാണെന്ന് ഉത്തരം. അപ്പോൾ ഗവൺമെൻറ്റിന് സമാന്തരമായി പ്രവർത്തിക്കുകയും ഗവൺമെൻറ് ക്ഷീണിപ്പിക്കുകയും ഗവൺമെൻറ് ഈ ധനകാര്യസ്ഥിതിയെ ഒരു നിലം പറ്റുന്ന രീതിയിൽ താഴോട്ട് വലിച്ച് എറിയുകയും ചെയ്യുന്ന തരത്തിൽ, നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യുന്ന തരത്തിൽ പരവശമാക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു അണ്ടർമൈൻ അവർ എക്കോണമി. ആത്യന്തികമായിട്ട് ഇപ്പോൾ ഇവിടെ റിയൽ അസറ്റ് എന്നുള്ളതും ഈ ഫിനാൻസും തമ്മിലുള്ളൊരു റിലേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈ ധനകാര്യം എന്ന് പറയുന്നത്, ഫിനാൻസ് എന്ന് പറയുമ്പോൾ, ഫിനാൻസ് മന്ത്രി എന്ന് പറയുമ്പോഴും സാമ്പത്തിക മന്ത്രി എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസമാണ്. സാമ്പത്തിക മന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ആ കാര്യം അറിയാമെന്ന് തോന്നുന്നു. ഈ സമ്പത്തിൻ്റെ കാര്യത്തിലൊന്നും അദ്ദേഹം വിട്ട് കളിക്കുന്ന ആളല്ല. വേണമെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുഖ്യമന്ത്രി ആയ സ്ഥിതിക്ക് ഇവിടുത്തെ സമ്പത്തെല്ലാം എൻ്റെ വേണമെന്ന് വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. അതുപോട്ടെ, ഞാൻ പറഞ്ഞത് ഈ സാമ്പത്തികം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അസറ്റാണ്, ദി റിയൽ അസറ്റ്. ആ റിയൽ അസറ്റ് നമ്മൾ കടമെടുത്തതിൻ്റെ പേരിൽ സെക്യൂരിറ്റി ആയിട്ട് ആ റിയൽ അസറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അസറ്റ് നിന്നാണ്, ആ സമ്പത്തിൽ നിന്നാണ് സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാകുന്നത്. അത് ധനകാര്യ വ്യവസ്ഥയല്ല. പക്ഷേ അതിനെ ധനകാര്യമായിട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങളതിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, റിയൽ അസറ്റിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ ധനകാര്യമായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ള വ്യവസ്ഥയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ സെബിയുടെ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. ധനകാര്യ മുതലാളിത്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ തരത്തിലുള്ള കൺവേർഷൻ്റെ ഒരു സിദ്ധാന്തം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡീമോണിറ്റൈസേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ടു മേക്ക് എവറിത്തിങ് വെർച്വൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. വെർച്വൽ ആൻഡ് റിയൽ അസറ്റും ആകാം, വെർച്വൽ അസറ്റും ആകാം, ക്രിപ്റ്റോ കറൻസി ആകാം, കറൻസി ആകാം. ആ തരത്തിൽ ഒരുപാട് ഡൈവേർഷൻസ് വരുന്നുണ്ട് നമ്മുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എക്കോണമിയുടെ അടിത്തറ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇറ്റ് ഈസ് റിയൽ അസറ്റ് തന്നെയാണ്. നിങ്ങൾ അത് കടമെടുത്തിട്ട് സെക്യൂരിറ്റി എന്ന നിലയിൽ അതിനെ കടലാസ് കഷണങ്ങൾ ആക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു തുകയാക്കി മാറ്റുകയാണ്. മറ്റുള്ളവർക്കുള്ളൊരു ബാധ്യതയായിട്ട് നിങ്ങളതിനെ മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളുടെ റിയൽ അസറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആകുകയാണ്. റിയൽ അസറ്റ് എന്ന് പറയുന്ന നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആകുകയും നിങ്ങളതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫിനാൻസ് ആക്കി മാറ്റിയിട്ട് അതിനൊരു സെക്യൂരിറ്റി തുകയാക്കി മാറ്റുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പത്തിക അടിത്തറയാണ് തകരുന്നത്. സാമ്പത്തിക അടിത്തറ തകരുകയാണ്. ആ റിയൽ അസറ്റിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ഈ തരത്തിൽ ഒരു കടത്തിൻ്റെ പേരിൽ കൊടുക്കുമ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു സാമ്പത്തികമായൊരു പരിസരം ഇതാണ്. അതായത് സമ്പദ് വ്യവസ്ഥയുടെ ശവക്കുഴി തോണ്ടുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധം എന്നുള്ള രീതിയിലാണ്. അതായത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇനി ഉണ്ടാകരുത്, അത് മുഴുവൻ കടപ്പെട്ടവൻ്റെ ഒരു പരാധീനതയായിത്തീരണമെന്നും പരാധീനതയുടെ നിലവിളിയായിത്തീരണമെന്നും ആഗ്രഹിക്കുന്നു ഒരു വ്യവസ്ഥയായിട്ട് കിഫ്ബി മാറുകയാണ്. അങ്ങനെ ഒരു കമ്പനിയായിട്ട് മാറണം. ഇറ്റ്സ് എ കമ്പനി. ആ കമ്പനിയിൽ ഈ പറഞ്ഞതുപോലെ മുത്തൂറ്റിൻ്റെ മുത്തൂറ്റിൻ്റെ ഡയറക്ടറാണ് ആ കമ്പനിയുടെ CEO. അതും കൂടെ ആലോചിക്കണം. ഈ മുത്തൂറ്റുകാരനെ
കുടുംബശ്രീയും ഉണ്ട്, സി ഡി എസും ഉണ്ട്. മുത്തൂറ്റുകാരൻ സി ഡി എസ് ആണ്, മുത്തൂറ്റുകാരൻ കിഫ്ബിയാണ്, മുത്തൂറ്റിൻ്റെ ഡയറക്ടറാണ്, കിഫ്ബിയുടെ CEO. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ അവസാനം മുഖ്യമന്ത്രിയുടെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി. നമ്മൾ ആലോചിക്കുക, എന്തൊരു വൾഗാരിറ്റിയാണിത്, എന്തൊരു വൾഗാരിറ്റിയാണ്. ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുന്നതാണോ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കുമെന്ന് പറഞ്ഞില്ലേ, പിണറായി വിജയനിൽ കേന്ദ്രീകരിക്കുക, കേന്ദ്രീകരിച്ചോട്ട് കേന്ദ്രീകരിച്ച് അങ്ങ് പോട്ട് നമ്മൾ സഹിക്കാം. അങ്ങനെയുടെ ആട്ടും തുപ്പും ചീറ്റും ഒക്കെ കേട്ടാണ് ജനങ്ങൾ അത് സഹിച്ച് ജീവിക്കണം. അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ KM എബ്രഹാം വരുന്നു. KM എബ്രഹാം വരുമ്പോഴത്തേക്ക് പിന്നെ KM എബ്രഹാം വേറെ ഒരു സെക്കൻഡറി ചീഫായിട്ട് വരുന്നു. സെക്കൻഡറി ചീഫായിട്ട് വന്നിട്ട് ധനകാര്യത്തിൻ്റെ താക്കോൽ അയാളുടെ കയ്യിലാകുന്നു. അയാളൊരു ധനകാര്യ ബദൽ സ്ഥാപനമാകുന്നു. ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നതിൽ നിക്ഷേപം, ബദൽ നിക്ഷേപം, നമുക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകണം. അത് ഗവൺമെൻറ്റൽ നിക്ഷേപങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ആ നിക്ഷേപങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അവസാനം അതിൻ്റെ കാലം ഞാൻ തന്നെയാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പൊതുമേഖലാ നിക്ഷേപം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഈ തരം സെക്യൂരിറ്റി ആക്കിയിട്ടും മറ്റേതായിട്ടും കൺവേർട്ട് ചെയ്തൊക്കെ നമ്മൾ പച്ചവെള്ളമാക്കിയും അല്ലാതെ കടലാസാക്കിയും മാറ്റും. ആ പൊതുമേഖലാ നിക്ഷേപം എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ്. അപ്പോൾ ആ സ്ഥാനത്ത് വേറെ നിക്ഷേപങ്ങൾ വരികയാണ്, ബദൽ നിക്ഷേപങ്ങൾ വരികയാണ്. ആരുടെ ബദൽ നിക്ഷേപം? അവിടെയാണ് അരുൺ ജെയ്റ്റ്ലിയുടെയും തോമസ് ഐസക്കിൻ്റെ സത്യസന്ധത നമ്മൾ മനസ്സിലാക്കുന്നത്. തോമസ് ഐസക്കിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഒരാളാണ് തോമസ് ഐസക്ക്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി അത് കുറേ കൂടെ ഒരു കൊച്ചുകുട്ടിയാണ്. അതുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ പറഞ്ഞെന്താണ്, ഇതിൽ ഇപ്പം നമ്മൾ താൽക്കാലികമായിട്ട് പറഞ്ഞില്ല, ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പല രൂപങ്ങളുണ്ട്. കിഫ്ബി അതിൻ്റെ ഒരു രൂപം തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, ബദലായിട്ട് ഗവൺമെൻറ്റിൻ്റെ അല്ലാത്ത, ഗവൺമെൻറ്റിന് ബദലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് തന്നെയാണ്. അല്ലെന്ന് ഒരുത്തരും പറയാൻ കഴിയില്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വരുമ്പോൾ അതിലിപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു അബ്രഹാം വരുന്നു. എവിടെ നിന്ന് അബ്രഹാം വരുന്നു? പണ്ട് ചീഫ് സെക്രട്ടറി ആയിരുന്നതിൻ്റെ പേരിലാണ് വരുന്നത്. പിന്നെ വേറെ ആരാണ്ടൊക്കെ മരിച്ചുപോയ ബാബു പോളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു, വേറെ ഉണ്ട്. പിന്നെ ചീഫ് സെക്രട്ടറി, മറ്റേ സെക്രട്ടറി, മറിച്ച സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഒരു ഗവൺമെൻറ്റൽ ഒരു ഫോർമാറ്റ് ഇതിനകത്തുണ്ടെന്ന് വരുത്താൻ വേണ്ടി കുറേ റെപ്രസെൻറ്റേഷൻസ് വരുന്നുണ്ട്. ബട്ട് ദേ ആർ ലീസ്റ്റ് പവർഫുൾ. അവർ ഒന്നും ഈ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നവരല്ല, ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ല. ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകുന്നതിൽ പ്രധാനം ഈ CEO തന്നെയാണ് പ്രധാനമായിട്ടും. അതിൽ ചീഫ് മിനിസ്റ്ററും ഈ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ അതിനകത്തുണ്ടെങ്കിലും അവർ പോലും അതിനകത്ത് നോക്കുകുത്തികളാണ്. കാരണം നമ്മുടെ അനുഭവം അതാണ്. അപ്പോൾ ഇതിന് വേറൊരു ബോഡി ഉണ്ട്, വേറൊരു ബോർഡ് സ്വാഭാവികമായും രൂപപ്പെട്ടു വരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ലോങ് ടേം ആയിട്ടുള്ള ഈ പണം സ്വീകരിക്കുമ്പോൾ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ വേണ്ടി വരുന്നതാണ് അവർ പറഞ്ഞത്. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ലോങ് ടേം വെച്ചാൽ ഒരുപാട് ദീർഘകാലം നിലനിൽക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി പണം നിക്ഷേപം സ്വീകരിക്കുമ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പാതയിലൂടെ പോകേണ്ടി വരുമെന്നാണ് കിഫ്ബി പറയുന്നത്. അപ്പോൾ ഈ ലോങ് ടേം നിലനിൽക്കുന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. ആ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം മൊത്തം തന്നെ പണയം കൊടുക്കേണ്ടി വരും. പണയമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, പണയം കൊടുക്കേണ്ടി വരും. ആ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ആക്ടിനാണ് സെബി എന്ന് പറയുന്നത്. അവൻ്റെ സെക്യൂരിറ്റി, നമ്മൾ പണയവസ്തു വയ്ക്കുന്നു, ആ പണയവസ്തു സുരക്ഷിതമായിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്തവന് ഒരു നഷ്ടവും ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് സെബിയുടെ ആക്ട് കൊണ്ടുവരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പണയവസ്തു ആയിട്ട് മാറുകയാണ്, രാജ്യം ഒരു പണയവസ്തുവായിട്ട് മാറുകയാണ്. ആ നിക്ഷേപം എത്രത്തോളം ഹ്യൂജായി തീരുമോ അത്രത്തോളം നമ്മളൊരു പണയവസ്തുവായിട്ട് മാറുകയാണ്. രാജ്യം ആകെ തന്നെ ഒരു പണയവസ്തുവായിട്ട് മാറണം. അങ്ങനെ വരുമ്പോൾ ഈ വലിയ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ വലിയ പദ്ധതികൾ അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വരില്ല. വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ വിഴിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എയർപോർട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വേറെ കുറേ കൂടെ വലിയ പ്രോജക്ട്സ് ആയിരിക്കും വരുന്നത്, വേറെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മെനി സൈഡഡ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആയിരിക്കും വരുന്നത്. വലിയ അവൻ കാശ് തരണമെന്നുണ്ടെങ്കിൽ അവൻ ചുമ്മാ ഇവിടെ കൊണ്ടുവന്ന് കാശ് കുഴിച്ചിട്ടിട്ടൊന്നും പോകില്ല.
ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പരിധി വരെ അവൻ്റെ ആവശ്യമാണ്. കാര്യം വെച്ചാൽ അവൻ്റെ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഉള്ള ഇടവഴികളിൽ പോലും ലോറി കയറണമെന്ന്, എൻ്റെ വീട്ടിൻ്റെ അകത്ത് ലോറി കയറണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കത്തക്ക തരത്തിൽ നമുക്കൊരു മനഃശാസ്ത്രം രൂപപ്പെട്ട് വരുന്നതിൽ തീർച്ചയായിട്ടും ഈ മാർക്കറ്റിന് അതിൻ്റേതായ ഒരു സ്വാധീനമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതായത് അതിൻ്റെ ഒരു കൺവെയൻസിൻ്റേതായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഡെവലപ്മെൻ്റ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പോയിട്ട് അത് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ഇൻഫ്രാസ്ട്രക്ചർ, although ഇറ്റ് ഈസ് സപ്പോസ് ടു ബി കൺഫൈൻഡ് ടു ഇൻഫ്രാസ്ട്രക്ചർ ബൈ ദി ഒറിജിനൽ ആക്ട്. ഒറിജിനൽ ആക്ടിൽ ഇത് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൺഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് AIF വരുമ്പോഴത്തേക്ക്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വഭാവം മാറും. അത് അരുൺ ജെയ്റ്റ്ലി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് വന്ന് അവർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി നമ്മൾ അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റിയും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ദേ ബിക്കം ബോർഡ് മെമ്പേഴ്സ്, ദേ ബിക്കം പവർഫുൾ ബോർഡ് മെമ്പേഴ്സ്. ഈ പറയുന്ന ഒരു കിഡ്നിയെ പോലെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ പവർഫുൾ ബോർഡ് മെമ്പർ ആരാണ്? അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ബോർഡിനെ നിയന്ത്രിക്കുന്നത് മൾട്ടിനാഷണൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഈ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം മൾട്ടിനാഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ, ധനകാര്യ നിയന്ത്രണത്തിൽ വരും. നമ്മുടെ രാജ്യത്ത് എന്ത് വേണ്ടാന്ന് നിശ്ചയിക്കുന്നത്, ഇപ്പോൾ ഇവർ നിശ്ചയിക്കുന്നത് പോലെ, കിഫ്ബി നിശ്ചയിക്കുന്നത് പോലെ രാജ്യത്ത് എന്ത് വേണമെന്ന് നിശ്ചയിക്കുന്നതും എല്ലാം ഈ പണം മുടക്കുന്നവനായി തീരുകയും, അപ്പോൾ സംഭവത്തോടെ നമ്മൾ ഒരുപാട് കാശ് പുറത്തുനിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവസാനം ഈ കടം തന്നവരൊക്കെ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തെ ഒരു സെക്യൂരിറ്റി ആക്കി മാറ്റിയിട്ട് പിന്നെ ഈ രാജ്യം എങ്ങനെയാണ് ഈ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അവരുടെ, അതായത് നമ്മുടെ സാമ്പത്തികമായ അല്ലെങ്കിൽ ധനകാര്യ ഭരണം എന്ന് പറയാൻ പറ്റില്ല, സാമ്പത്തികമായ അവസ്ഥയെ നിർണ്ണയിക്കുന്ന ധനകാര്യ വ്യയത്തിൻ്റേതും ആ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റേതുമായിട്ടുള്ളൊരു മണ്ഡലത്തിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണം ഈ തരത്തിലുള്ള ഒരു ബദൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡിൽ ചെന്നെത്തുന്നു എന്നാണ് അവിടെ കൺസീവ് ചെയ്യുന്നത്. അത് അരുൺ ജെയ്റ്റ്ലി പച്ചയായിട്ട് തന്നെ പറയുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഗവൺമെൻറ് ഒഫീഷ്യൽസും മറ്റുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും അവർ അതിനകത്തൊരു വോയിസ് അല്ല. അത് വോയിസായി തീരുന്നതെന്ന് വെച്ചാൽ കാലാകാലാന്തരം ഇപ്പോൾ ഈ ലോങ് ടേം ഇതെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്, കിഫ്ബിക്കാർ തന്നെ പറയുന്നുണ്ട്. ആ തരത്തിൽ ദീർഘകാലം നിലനിൽക്കുന്ന വൻകിട പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് അവർ ഇതിന് ബോർഡിലെ മെമ്പർമാരായി തീരും. ദേ വിൽ ബി മോർ പവർഫുൾ ദാൻ KM അബ്രഹാം. ഇപ്പോൾ KM അബ്രഹാമാണ് സർവശക്തൻ, പിണറായി വിജയനേക്കാളും സർവശക്തനാണ് KM അബ്രഹാം പറയുന്നതിനപ്പുറം പോകാൻ പറ്റില്ല. ആ തരത്തിലാണ് കിഫ്ബിയുടെ ഒരു നിലയെന്ന് പറയുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു KM അബ്രഹാം ഒന്നുമില്ല, പഴയൊരു ചീഫ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ കുറച്ച് പറഞ്ഞാൽ മുത്തൂറ്റ്, കിർലോസ്കർ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഡയറക്ടറായിട്ടോ വേറെ എന്തൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു അധിക വരുമാനങ്ങളും കുറേ ഇതൊക്കെ ഉണ്ട്. ഒരു ശതകോടീശ്വരനൊക്കെ ആയിരിക്കും അതൊക്കെ തന്നെ. പക്ഷേ ഈ ശതകോടീശ്വരന്മാരൊന്നും അല്ല വരുന്നത്, മൾട്ടിനാഷണൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും നിങ്ങളുടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തോട്ട് കയറുന്നത്. അതൊരു സാമ്പത്തികമായ അധിനിവേശത്തിൻ്റെ വേറെ രൂപമാണ്. എന്നിട്ട് ദേ വുഡ് ഡിസൈഡ് എവറിത്തിങ്. നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ എന്താണ് എന്ന് അവർ നിർണ്ണയിക്കും എന്ന് അരുൺ ജെയ്റ്റ്ലി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബോർഡിൽ ആർക്കാണ് ഭൂരിപക്ഷം പിന്നീട് വരുന്നത്? കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായി വരുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, ഒരു സാധാരണ മാനദണ്ഡമാണ്. ഇപ്പോൾ എസ്.എൻ. ട്രസ്റ്റിലൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരാളിന് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ടീവ് മെമ്പർ ആകാം എന്ന് പറയുന്നത് പോലെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരാൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി ഹി വുഡ് ബി ഇൻഡക്റ്റഡ് ഇൻ ദി ബോർഡ്. എന്നിട്ട് അവസാനം ഹൂ ഡിക്റ്റേറ്റ് തിങ്സ് എന്ന് വരുന്നിടത്താണ് ഗവൺമെൻറ് ഈസ് സൈഡ് ട്രാക്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഈസ് നോവെയർ. ഗവൺമെൻറ് എവിടെയുമില്ല. ഒരു ബദൽ നിക്ഷേപ ഫണ്ട് വരുന്നു, ആ ബദൽ നിക്ഷേപ ഫണ്ട് വളരുന്നു, അതിൽ ട്രാൻസ്നാഷണൽസ് എൻ്റർ ചെയ്യുന്നു, അവരതിൽ ബോർഡ് മെമ്പേഴ്സായി തീരുന്നു. അവിടം വരെ അരുൺ ജെയ്റ്റ്ലി പച്ചയായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ള പഴയ സാധനങ്ങളിലെ കൂടെ തൂക്കിയിട്ടിട്ട് കിട്ടുന്ന കാശ് കൊണ്ടുപോയി ഞാനങ്ങ് ജീവിക്കാമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴേ പറയുന്നത്. തമാശയ്ക്ക് പറയുന്നതല്ല, അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞിട്ട് പറയുന്നതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നല്ലൊരു കുറുക്കനാണ് അദ്ദേഹം. രാജ്യം ഇങ്ങനെയൊക്കെയാണ്.
അത് നമ്മൾ കടമെടുത്തതാണ്. കടമെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കടം വീട്ടുന്നത്? കടം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് എന്താണ്? ഉത്തമണ്ണൻ വീണ്ടും വരെയാണ്. അതായത് ഇപ്പോൾ എന്താണ്, ഞാൻ പണ്ട് കാലത്ത് ഈ ജന്മിമാർ ഈ പാവപ്പെട്ട ആൾക്കാരുടെ നിന്ന് അവർ താമസിക്കുന്ന ഒരു 5 സെൻറ്റ് ഭൂമി ഉണ്ടാക്കി അവർക്ക് അത്യാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു 1000 രൂപ കൊടുത്തിട്ട് അത് അങ്ങനെ പണയത്തിനെടുക്കുകയോ അങ്ങനെ ഇതൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഒരു കാലാവധി പറയും. കാലാവധി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഒരു 2000 രൂപയ്ക്കായിരിക്കും ഈ 5 സെൻറ്റ് ഭൂമി പണയം വയ്ക്കുന്നത്. അവനത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞ ആ ഒരു ഇതിൻ്റെ ധനകാര്യാധാരം ഈ ചെയ്ത് തന്നാൽ മതി, ആ ഭൂമി എൻ്റേതാകും. അപ്പോൾ അടിയാൻ്റെ ഭൂമി ജന്മിയുടെ സ്വന്തമാകും. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കടമെടുത്ത് കടം തിരിച്ചു കൊടുക്കാനാകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കടം കൊടുത്ത എൻ്റെ പ്രതിനിധികൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇവിടെ വന്ന് നമ്മുടെ ഈ ബോർഡിൽ അംഗങ്ങളാകുന്നു. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ, ഒരു ബദൽ നിക്ഷേപ ഫണ്ടിൽ ബോർഡ് അംഗങ്ങളാകുന്നു. ബോർഡ് അംഗങ്ങളായിട്ട് അവർ നമ്മുടെ രാജ്യം നിയന്ത്രിക്കുന്നു. രാജ്യത്തിൻ്റെ പരമാധികാരം, സാമ്പത്തിക പരമാധികാരവും ധനകാര്യ പരമാധികാരവും അവരുടെ കൈകളിലാകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് പണം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, തിരിച്ച് കിട്ടിയിട്ടും കാര്യമില്ല. പണത്തിൻ്റെ രൂപത്തിൽ തിരിച്ച് കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷേ റിയൽ അസറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ അസറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഈ റിയൽ അസറ്റിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന്, എങ്ങനെ പ്രോഡക്റ്റ് ആക്കണമെന്ന് അവർ തീരുമാനിച്ചോളൂ. നമ്മൾ ബന്ധപ്പെടണം. നമ്മളിവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിരുന്ന് കുറേ കാലം ഇങ്ങനെ ഉണ്ടുകൊണ്ടിരുന്നാൽ മതി. നമ്മളെ കഴിയുന്ന ആൾക്കാർക്കെല്ലാം പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആമേഴ്സ് പെൻഷനാണ് നമ്മുടെ ഇപ്പോൾ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും പദ്ധതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പെൻഷനുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബനാഷ എന്ന് പറഞ്ഞതിൽ ഒരു അപൂർവ മനുഷ്യനാണ്. ലോകത്ത് അങ്ങനെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. അപ്പോൾ അദ്ദേഹം ഇതിന് ഈ പറഞ്ഞ പോലെ ഈ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഒന്ന് പറയും. എന്നിട്ട് ഹു ഈസ് എ പെൻഷനർ എന്നുള്ളതിന് അദ്ദേഹം തന്നെയാണോ ജോൺസണാണോ അറിയില്ല, ഷായോ ജോൺസൺ പറയുന്നുണ്ട്. എ ബ്രൈബ് പെയ്ഡ് ടു എ സ്കൗണ്ടറൽ ടു ബിട്രേ ഹിസ് കൺട്രി എന്നാണ് പെൻഷനെ കുറിച്ച് പറയുന്നത്. ഇവനെ കൊണ്ട് സമൂഹത്തിൻ്റെ പ്രയോജനമില്ല. പണ്ടം കണ്ടവൻ ജോലി തരുന്നതിൻ്റെ പേരിൽ എവനെ ഇനി തീറ്റിപ്പോറ്റുക എന്നുള്ളത്, ട്രഷറി ചെയ്ത് തീറ്റിപ്പോറ്റണം എന്ന് പറയുന്നുള്ള രീതിയിൽ ഇപ്പോൾ ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആവശ്യതയുണ്ട്, വിവശതയുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ ആളുകൾക്കെല്ലാം പെൻഷൻ കൊടുക്കുന്ന ഒരു 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 മിഡിൽ മാനാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതിനപ്പുറം ഗവൺമെൻറ് യാതൊരു പ്രസക്തിയില്ല. ഒരു സാമ്പത്തിക കാര്യ നിർവഹണത്തിൻ്റെ അധികാരി ഗവൺമെൻറ് അല്ലാതായി മാറുകയാണ്. സാമ്പത്തിക കാര്യ നിർവഹണത്തിൻ്റെ അധികാരിയായിട്ട് പുതിയ ഒരു ഡ്രാമ ട്രൂപ്പ് വരെയാണ്. ആ ഡ്രാമ ട്രൂപ്പിനെയാണ് ഇപ്പോൾ നമ്മൾ കിഫ്ബി എന്നുള്ള ഇതിൽ കാണുന്നത്. അത് നമ്മൾ ഈ പെണ്ണുങ്ങളുടെ ഇതിൽ പറഞ്ഞല്ലേ, കുടുംബശ്രീ CDSൽ നമ്മളതിൻ്റെ വേറൊരു അവസ്ഥ കണ്ടു. സാമ്പത്തിക കാര്യ നിർവഹണത്തിൻ്റെ വേറൊരവസ്ഥ കണ്ടു. ഗവൺമെൻറ് പോപ്പറൈസ് ചെയ്യപ്പെടുകയാണ്. പോപ്പറൈസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ ട്രാൻസ്നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആയിട്ടുള്ള ട്രാൻസ്നാഷണൽ ക്യാപിറ്റലിസ്റ്റിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ കടന്നുവരവും അവരുടെ അധിനിവേശവും ഉണ്ടാകുകയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റിയൽ അസറ്റ്, അതാണ് അവരുടെ മോട്ടോ എന്ന് പറയുന്നത്, അതിനെ കടലാസിൻ്റെ രൂപത്തിലാക്കി തരണമെന്നൊക്കെ പറയുന്നുണ്ട്. സെക്യൂരിറ്റി രൂപത്തിൽ ആദ്യഘട്ടത്തിലെ പറച്ചിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ റിയൽ അസറ്റിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള തീരുമാനം അവൻ എടുക്കുകയും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന ചില ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു ഇലക്ടഡ് ഗവൺമെൻറ് അന്നും ഉണ്ടാവുമെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ജോലി ഈ പറഞ്ഞ മാസം തോറും 6000 രൂപ എല്ലാ വീടുകളിലും മണി ഓർഡർ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പോസ്റ്റ്മാൻ്റെ ജോലി അവർ സംഘടിപ്പിച്ചു തരും. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഈ കിഫ്ബി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. കുടുംബശ്രീ എന്ന് പറയുമ്പോഴും നിസ്സാരമായിട്ട് കാണരുത്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പൊതുവായ ഒരു ധനകാര്യ നീതിശാസ്ത്രം, അല്ല ഒരു ധനകാര്യ നയശാസ്ത്രമുണ്ട്. അത് നമ്മുടെ സമ്പദ് നീതിശാസ്ത്രത്തിൻ്റെ അടിത്തറ തോണ്ടുന്ന ഒന്നാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്പദ്ഘടന, കൃത്യമായിട്ടുള്ള ഒരു ഉത്പാദനക്ഷമമായ സമ്പദ്ഘടന ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലുണ്ടാകുന്ന ഈ ഒരു കിഫ്ബി എന്ന് പറയുന്നത്, അത് നിലനിൽക്കണോ എന്നുള്ള തീരുമാനമാണ് നമുക്ക് വേണ്ടത്. എന്തിനിത്? കൃത്യമായിട്ടും ചോദിക്കാം, എന്തിനാണ് ഒരു MP ഫണ്ട്, എന്തിനാണ് ഒരു MLA ഫണ്ട്, അത് എത്രമാത്രം
ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട് ഒരു ചോദ്യമാണ്. എന്തിനാണ് 40% ഫണ്ട് ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നത്? ഇതൊരു സെൻട്രലൈസ്ഡ് ഫണ്ടായി ഒരു സെൻട്രലൈസ്ഡ് എക്കോണമി ഒരു സംസ്ഥാനത്തിനുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ തരത്തിൽ നമുക്കത് മാനേജ് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം വരാം. അതുകൊണ്ട് എന്തിനൊരു കിഫ്ബി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനാണ്? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി ലെജിസ്ലേഷൻ ഓഫ് ദിസ് ആക്ട്? അതാണ് പറയേണ്ടത്. എന്തിനാണ് അത് ഉണ്ടാക്കുന്നത്? ഇവിടെ ഒരു ഗവൺമെൻറ് ഉള്ളപ്പോൾ എന്തിനാണ് ഒരു ബദൽ നിക്ഷേപ ഫണ്ട് ഉണ്ടാക്കുന്നത്, ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉണ്ടാക്കുന്നത്? ആ ബദൽ നിക്ഷേപത്തിൽ ഈ പറഞ്ഞതുപോലെ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് കടന്നു വരികയും അവരുടെ ഒരു ബോർഡ് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് ബദൽ എന്ന് പറഞ്ഞില്ല, പണ്ട് PDS പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിനെ വീക്കൻ ചെയ്തുകൊണ്ട് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെതായ അല്ലെങ്കിൽ ഫിനാൻസ് ക്യാപിറ്റലിസത്തിൻ്റേതായിട്ടുള്ള വക്താക്കളുടേതായിട്ടുള്ള പ്രതിനിധികൾ രാജ്യഭാരം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ വരുന്നു. നമ്മൾ കടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കടവും പലിശയും എല്ലാം കൂടെ അവരങ്ങ് എടുത്തുകൊണ്ട് പോയിക്കൊള്ളും. അവർ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊള്ളും. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കച്ചവടത്തിന് വന്നിട്ട് എങ്ങനെയാണോ നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരികളായത് എന്നതുപോലെ നമ്മുടെ സാമ്പത്തിക പരമാധികാരത്തിൻ്റേതായിട്ടുള്ള ആ അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യപ്പെടും. സാമ്പത്തിക പരമാധികാരം, ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം എന്ന് പറയുന്നത് സംസ്ഥാനത്തിനതില്ല. അതിൻ്റെ ഭാഗമായിട്ടൊരു ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് കിട്ടുന്ന പരിമിതമായ സാമ്പത്തികാധികാരം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും ലിക്വിഡേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കാണാതെ നമ്മളൊരു ബഡ്ജറ്റിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് ആശാസ്യമായ ഒരു കാര്യമില്ല. ഇതിനെതിരെ ഒരു പ്രതിരോധം വേണോ? അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ എന്തിന് കുടുംബശ്രീ ഇനിയും നിലനിർത്തണം എന്നൊരു ചോദ്യം ചോദിച്ചേ മതിയാവൂ. കുടുംബശ്രീ വളരെ മനോഹരമാണ്. ഒരുപാട് കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ അങ്ങനെ ഒരു സ്ഥാപനം, ഒരു സൊസൈറ്റി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാര്യത്തിൽ വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മൾ ഒരു ഫിനാൻസ് ചെയ്യുന്ന തുക എത്രയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങോട്ട് കൊടുക്കുന്നത് എത്രയാണ്? ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കിഫ്ബിയിലേക്ക് വരുമ്പോൾ തന്നെ കഴിഞ്ഞ കണക്കെന്താണ്? 3015 കോടി പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ നിന്ന് ലോണായിട്ട് കിഫ്ബി എടുത്തിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ നിന്ന് 3015 കോടി രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട് കിഫ്ബി. അതുകൂടാതെ 1650 കോടി ഗവൺമെൻറ്റിൽ നിന്ന്, ഗവൺമെൻറ് ഈ പറഞ്ഞില്ലേ ഈ പെട്രോൾ സെസ്സിൽ നിന്നും മറ്റേ വെഹിക്കിൾ ടാക്സിൽ നിന്നും ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ അതാണ്. 1650 കോടി റിക്കവേർഡ് ഫ്രം ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്ന് 1650 കോടി രൂപ അവർ സ്വീകരിച്ചിട്ടുണ്ട് കിഫ്ബി. ഗവൺമെൻറ് എന്നുള്ള 1650 കോടി രൂപ പബ്ലിക് സെക്ടർ ഈ ബാങ്കിൽ നിന്നുള്ള 3015 കോടി രൂപ, ഇതൊക്കെ അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഈ തരത്തിൽ അങ്ങോട്ട് ലോണായിട്ടും അല്ലാതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും അതിൻ്റെ റിട്ടേൺസ് നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അല്ല, ആ തരത്തിലുള്ള പ്രോഡക്റ്റീവായിട്ടുള്ള പ്രോജക്ട്സ് നമുക്ക് ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ പ്രോഡക്റ്റീവായിട്ടുള്ള പ്രോജക്ട്സ് ഇവരാണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബദൽ സംവിധാനം എന്നല്ലോ നടത്തേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഫിനാൻസ് മിനിസ്ട്രി ഉണ്ട്, ഒരു ഫിനാൻസ് മിനിസ്റ്ററുണ്ട്. അവർ ചെയ്യേണ്ടുന്ന കാര്യം അവർ ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനാൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത് നോക്കുകുത്തിയാണോ ഈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് കൊണ്ടുവന്നിട്ട് കിഫ്ബി കൊണ്ടുവന്നിട്ട് കിഫ്ബിയിലൂടെ ഇതൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഒരു ഫിനാൻസ് മിനിസ്ട്രി? ഒരു ബദൽ ഖജനാവ് നിങ്ങൾ ഉണ്ടാക്കുന്നു. ഗവൺമെൻറ്റിന് ബദലായിട്ടൊരു നിക്ഷേപത്തിൻ്റേതായിട്ടുള്ളൊരു ഖജനാവ് നിങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഖജനാവിൽ നിന്ന് നിങ്ങൾ പണം വിനിയോഗം ചെയ്യുന്നു, അത് നിങ്ങളുടെ തീരുമാനമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പം പിന്നെ എന്തിനാണ് ഒരു ബാലഗോപാലൻ? എന്തിനാണ് ഇവിടെ ഫിനാൻസ് മിനിസ്ട്രി? എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു പ്രയോജനമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വേറൊരു ഭാഗത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്, ഏതൊക്കെ പദ്ധതികൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന വേറൊരു സമിതി ഉണ്ടായി വന്നിരിക്കുന്നു. അത് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഇപ്പോൾ നമ്മുടെ പറഞ്ഞില്ലേ, നമ്മുടെ
കാർഷിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ വിവിധതരം വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെയൊക്കെ എന്തെങ്കിലും പ്രോഡക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ, നമ്മുടെ സ്ഥലം എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, നമ്മുടെ റിയൽ അസറ്റിനെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും റൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയ്ക്കും പ്രത്യേകിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ളത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്യുന്നതിന് പകരം ആ ജോലി കിഫ്ബിക്ക് വിട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മൾ കൈ കിട്ടി നോക്കിയിരിക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഇത് വേണോ എന്നുള്ളതാണ് പ്രശ്നം. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കാര്യം, MP ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യം, നിങ്ങൾക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ദി ഫണ്ട് മേ കം ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഡയറക്റ്റായിട്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരട്ടെ. അത് MP ഫണ്ടായാലും ഇപ്പോൾ ഈ ഗവൺമെൻറ് ഫണ്ട് MLAയുടെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് പ്രാദേശിക വികസനത്തിന് എടുത്ത് കൊടുക്കേണ്ട കാര്യം എന്താ? അല്ലാത്ത രീതിയിലും നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഫണ്ടിൽ നിന്ന് ഓരോ പ്രദേശത്തിനും കൊടുക്കേണ്ടുന്ന വിഹിതം, ഓരോ പ്രദേശത്തിൻ്റെ വികസനം എന്താണെന്നുള്ളത് ആ പ്രദേശത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട സമിതികൾ കണ്ടെത്തിയിട്ട് ഗവൺമെൻറ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന സ്ഥലത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാക്കണം എന്ന് ഒരു പഞ്ചായത്തിന് ധാരണ ഉണ്ടായി, പഞ്ചായത്ത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് അത് ഒരു MLA ഫണ്ടിൽ കൂടെ ചെയ്യണമെന്നില്ല. MLA അതിനു വേണ്ടി എല്ലായിടത്തും കലുമ്പ് കിട്ടുകയും MLA എല്ലായിടത്തും ഓരോ വെയിറ്റിംഗ് ഷീറ്റ് കിട്ടുകയും ചെയ്യണമെന്നില്ല. ഒരു സ്നോ നെസ്റ്റീവ് അതൊരു ആവശ്യമല്ല. അതൊക്കെ ഇല്ലാതാക്കിയിട്ടുന്ന കാര്യങ്ങളാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് വരേണ്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വരേണ്ടുന്ന ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് തന്നെ കേന്ദ്രീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഫണ്ട് മുഴുവനും എടുത്ത് ഈ പറഞ്ഞില്ലേ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് എടുത്ത് കൊടുക്കുക, പലതരത്തിലുള്ള ഫണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ റിട്ടേൺസ് എന്താണെന്നതിനെ പറ്റി നമുക്ക് യാതൊരു ധാരണയില്ലാതിരിക്കുക. ആ ഏർപ്പാട് വേണോ? കിഫ്ബി എന്ന് പറയുന്ന ഏർപ്പാട് വേണോ? ഇതൊക്കെ മാറ്റിയിട്ട് വേറെ തരത്തിൽ ഇതിനെ സ്ട്രീം ലൈൻ ചെയ്തുകൊണ്ട് വന്നുകൂടെ? ഒരു സെൻട്രലൈസ്ഡ് എക്കോണമി നമുക്കുണ്ട്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമുക്കുണ്ട്. ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി തീരുമാനിക്കുന്ന ഒരു സാമ്പത്തിക ആസൂത്രണ സമിതി നമുക്കുണ്ട്. നമുക്കിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഡോക്ടർ രാമേന്ദ്രൻ ആരോ ഒക്കെ ഇതിൻ്റെ സെക്രട്ടറി എന്തൊക്കെ ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ ഉണ്ട്. പണ്ട് പ്രഭാത് പട്നായിക് വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആസൂത്രണ സമിതി ഉണ്ടാകും, ഒരു പ്ലാനിംഗ് ബോർഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പ്ലാനിംഗ് ബോർഡിൻ്റെ കയ്യിൽ വരണം. ദേ ഷുഡ് പ്ലാൻ എന്നുള്ളതാണ്. ആ തരത്തിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ, ഗവൺമെൻറ് നിയന്ത്രണത്തിൽ ഈ ഫണ്ടെല്ലാം വന്നു ചേരുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു എക്കോണമി ആയിട്ട് മാറാൻ പറ്റൂ. നൗ വി ആർ നോട്ട് ആൻ എക്കോണമി. നമ്മളിപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ അല്ല, നമ്മൾ പാപ്പരാണ്. പറഞ്ഞില്ല, ഇപ്പോൾ 1,30,000 കോടിയുടെ കടം കിടക്കുന്നത് ശരിയാണ്. നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ആദ്യമായിട്ട് ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടെസ്റ്റിൻ്റെ സാമ്പത്തിക സുഹൃത്തെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഐറ്റങ്ങൾ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ തന്നെ പകുതി നമുക്ക് രക്ഷപ്പെടാം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഫണ്ടുകൾ, ഇപ്പോൾ MP ഫണ്ട് വരുന്നത്, MLA ഫണ്ട് വരുന്നത്, ഈ 40% ഫണ്ട്, ഇതിൻ്റെയൊക്കെ ദുർവിനിയോഗത്തിൻ്റെതായ ഒരു പെർസെൻറ്റേജ് നമ്മളൊന്ന് കണക്കാക്കി സത്യസന്ധമായിട്ട് ഓണസ്റ്റായിട്ട് ഈ കേരളത്തിലുള്ള ഒരു MLAക്ക് അല്ലെങ്കിൽ ഒരു MP-ക്ക് ഇതിൻ്റെ എത്ര ശതമാനം ഫണ്ടാണ് ദുർവിനിയോഗം ചെയ്യുന്നത്. നിങ്ങളെ പറയില്ലേ, ഒരു 50 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് എവിടെയെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ലക്ഷം രൂപയാണ് ശരിയായിട്ട് വിനിയോഗിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് പറയാം. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റാത്തത്തോളം കാലം അങ്ങനെ ഒരു ഫണ്ടിങ്ങോ അങ്ങനെ ഒരു പ്രോജക്റ്റും വേണ്ടാന്ന് വെക്കണം. വെച്ചിട്ട് മനുഷ്യന് പ്രയോജനമുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വി വുഡ് റിക്കവർ, നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ മാറ്റി എഴുതിയേ പറ്റൂ, അല്ലാതെ വേറെ മാർഗങ്ങളില്ല. നമ്മൾ ഈ പാത തന്നെ അടിച്ച വഴിയെ ഇങ്ങനെ പറഞ്ഞില്ല നേരത്തെ. ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് ചെറുകിട വ്യാപാരികളുടെ ഈ ബഡ്ജറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നമുക്ക് വേറൊന്നുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായം കിട്ടണം. പിന്നെ ആളുകളുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടായിരുന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചില്ലറ വ്യാപാരികളാണ്. അത് മാർക്കറ്റിൻ്റെ അത് ചിലവാളിത്ത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ കുറച്ച് കറൻസി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കറൻസി സർക്കുലേറ്റ് ചെയ്തെന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിൻ്റെ കുറവ് വന്നപ്പോഴത്തേക്ക് അവസാനം ഐസക്ക് പറഞ്ഞു, നമുക്ക് എന്താ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് അടിച്ചു കൊടുത്താൽ എന്നൊക്കെ ഐസക്ക് ചോദിച്ചു. തമാശയ്ക്കും കുറച്ച് കാര്യമായിട്ട് അതിനകത്ത് വേറെ ഒരു എക്കോണമിയുടേതായിട്ട് വശമുണ്ടെന്നും വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു എക്കോണമിയുടെ വിഷനാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുകയും ചെയ്തു. എനിക്കറിഞ്ഞൂടെ അതെന്താണെന്നുള്ള കാര്യം, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്,
എപ്പോഴും ഒരു കറൻസി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലേ നമുക്ക് മാർക്കറ്റിന് നിലനിൽക്കാൻ പറ്റൂ. ആൻഡ് അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നെസസിറ്റി ഓഫ് ദി മാർക്കറ്റിൻ്റെ ആവശ്യമാണ്, അത് ജനങ്ങളുടെ ആവശ്യമല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നതിനൊരു സ്ഥലമാണ്. അതിന് ആ ഉൽപ്പന്നങ്ങളെ ന്യായവിലവൽക്കരിക്കുന്ന ഒരു പ്രദേശത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് വിളിക്കേണ്ടത്. ഒരു ഉൽപ്പന്നത്തിന് അത് ഉൽപ്പാദിപ്പിക്കുന്നവന് കിട്ടേണ്ടുന്നതായിട്ടുള്ള പ്രതിഫലവും അത് വാങ്ങുന്നവന് കൊടുക്കേണ്ടുന്നതായ ന്യായവിലയും തമ്മിലുള്ള ഒരു അനുപാതം നിശ്ചയിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഒരു ക്രിയേറ്റീവായിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു മാർക്കറ്റെന്ന് പറയേണ്ടത്, ഒരു പൊതുസ്ഥലം, ഒരു വിപണന സ്ഥലം എന്ന് പറയേണ്ടത്. അങ്ങനെ അല്ലാത്ത മാർക്കറ്റാണ് നമുക്കുള്ളത്, അത് വേറെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമ്മൾ മായം കലർത്തുന്നത് പറഞ്ഞില്ലേ, ഒരു വസ്തുവിൽ മായം കലർത്തിയിട്ട് 8 രൂപയുടെ സാധനം നിങ്ങൾ 800 രൂപയ്ക്ക് വിൽക്കുന്നു. നിങ്ങളതിൻ്റെ ആകർഷണീയത അത് കണ്ട് വാങ്ങിപ്പോകുന്നു. അത് തോളത്തോടെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ഗാംഭീര്യം ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഗാംഭീര്യത്തിന് നിങ്ങൾ കൊടുക്കുന്നത് വില വളരെ വലുതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പാപ്പരായിത്തീരുന്നു. അതാണ് മാർക്കറ്റിൻ്റെ കളി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു മാർക്കറ്റിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ഒരു മാർക്കറ്റ് എങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു ന്യായവിലവൽക്കരണത്തിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഉൽപ്പാദകന് അവൻ്റേതായിട്ടുള്ള, തൊഴിലാളിക്ക് അവൻ്റേതായിട്ടുള്ള പങ്ക് ലഭിക്കുകയും അതിൽ ഈ പറഞ്ഞതുപോലെ ഈ മാർക്കറ്റിൻ്റേതായൊരു ഷെയർ ഉണ്ടാകുകയും വാങ്ങുന്നവന് പർച്ചേസർക്ക് ന്യായവിലയ്ക്ക് വാങ്ങാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അത് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റും, കഴിയാതിരിക്കില്ല. നമ്മളത് ശ്രമിക്കാതിരുന്നിട്ട് ആരെങ്കിലും തരുന്ന പണം വാങ്ങി തിന്നിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് കരുതുന്ന അവിടെയാണ് അപകടം എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ മറ്റ് മാർഗങ്ങൾ, ഇതിനെ തിരുത്താനുള്ള മാർഗങ്ങൾ എങ്ങനെയെന്ന് ഇരുന്ന് ആലോചിക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധന്മാരുടെ ജോലി. അതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. അതാണ് നമ്മുടെ സാമ്പത്തിക മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ പ്രധാന ജോലി. അദ്ദേഹം ആസൂത്രണത്തിൻ്റെയും ഈ എക്കോണമിയുടെയും മിനിസ്റ്ററാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം മറക്കരുത്, അതാണ് പ്രധാനം. ഈ എക്കോണമി ആൻഡ് പ്ലാനിങ് ആണ് ഫിനാൻസിനേക്കാളും പ്രധാനം. എക്കോണമിയും പ്ലാനിങ്ങും ഇല്ലെങ്കിൽ ഫിനാൻസ് ഇല്ല. അപ്പോൾ അതിൽ നിന്നാണ് ആ എക്കോണമിയുടെയും ആ പ്ലാനിങ്ങിൻ്റെയും തകരാറുകളിൽ നിന്നാണ് ഈ ഫിനാൻസിൽ വരുന്ന ഈ കെടുതികൾ മുഴുവൻ ഉണ്ടാകുന്നത്, ചിലവാളിത്ത കെടുതികൾ ഉൾപ്പെടെയുള്ള കെടുതികൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വേണോ, ഈ കിഫ്ബി എന്തിനാ എന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയർത്തേണ്ടത്. കിഫ്ബി നിങ്ങൾക്ക് ഇത്രയും തന്നില്ലേ, അതിൻ്റെ ഗുണം കിട്ടാത്ത ആരുണ്ട്? ഇപ്പോൾ അതിന് കുറ്റം പറയുന്നത് പറയുന്ന കേട്ടതൊന്നും കിഫ്ബി എന്ന് പറയുന്നത് എന്തോ ഈ പരമശിവനോ ഈ വേറെ ഏതോ ഒരു ദൈവിക ശക്തിയോ മറ്റോ ആണ് നമുക്കിങ്ങനെ പണം കൊണ്ട് തരുന്നത്, അവർ നൽകുന്നത്. എന്താണതെന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കാതെ ഈ നിയമസഭയിലൊക്കെ നിന്നുകൊണ്ട് ഓരോ MLA കിഫ്ബിയിൽ നിന്ന് ഇത്രയും നിങ്ങൾക്ക് ഫണ്ട് തന്നില്ലേ. കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കിഫ്ബി ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്താണോ ഇങ്ങനെ പറയാനായിട്ട്? കിഫ്ബി ആരുടെ സ്വകാര്യ സ്വത്തല്ല, ഗവൺമെൻറ്റിൻ്റെ പൊതുസ്വത്തിന്മേലുള്ള കളിയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തരം കാര്യങ്ങളൊരു പുനർവിചിന്തന ആവശ്യമാണെന്നാണ് ഇപ്പോഴെനിക്ക് പറയാനുള്ളത്. ഇനി വേറെ ഒരു ഭാഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നോളജ് എക്കോണമിയുടെ ആണ്. അത് ഇവിടെ ആകുമ്പോഴേ ഈ പറഞ്ഞ ഈ ബഡ്ജറ്റിൻ്റെ ഇക്കാല സമകാലീന സാമ്പത്തിക പരിസരം നമുക്ക് വ്യക്തമാകുകയുള്ളൂ. കാര്യം ഒരു ഇൻ്റർനാഷണൽ മൂട്ടിങ് അതിനകത്തുണ്ട്. സാർവദേശീയ തലത്തിൽ 3-4 ലോക രാജ്യങ്ങളെ കിടത്തുക, നിലത്തെഴയിക്കുക, കടക്കാരനാക്കുക, എന്നിട്ട് അവൻ്റെ മുതുകത്ത് കയറുക, അവിടെ ഇരുന്ന് ഭരിക്കുക, സാമ്പത്തിക ഭരണം എന്ന് പറയുന്നത് അവൻ്റേതാക്കി മാറ്റുക എന്നുള്ള ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ ഒരു പ്രോജക്റ്റ് സാർവദേശീയതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഇരിക്കാൻ പറയുമ്പോൾ നമ്മൾ കിടന്നു കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്, അതാണ് ഈ കുടുംബശ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടാകും. അത് മാറ്റി നിർത്തിയിട്ട് അവർക്ക് ഈ പറയുന്നത് പോലെയുള്ള സാധാരണക്കാർക്ക് അവർക്ക് കിട്ടുന്ന മൈക്രോ ഫൈനാൻസ് കിട്ടുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സപ്പോർട്ട്, അത് ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് കൊടുക്കാവുന്ന സപ്പോർട്ടേ ഉള്ളൂ. അതിന് ഗവൺമെൻറ്റിൽ ഓഡിറ്റിംഗ് ഉണ്ടാവണം. ആ തരത്തിൽ അതിനൊരു പുനഃക്രമീകരണം വേണം. അല്ലാതെ ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ ഏകപക്ഷീയമായിട്ട് പല സോഴ്സസിൽ നിന്നും ഇങ്ങനെ പണം അങ്ങോട്ട് ഒരു ഭാഗത്തായിട്ട് റൂട്ട് ചെയ്തിട്ട്
ഇഷ്ടംപോലെ ചിലവാക്കുന്ന ഈ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉൾപ്പെടെയുള്ള, കുടുംബശ്രീ എന്ന് ഞാൻ പറയുന്നില്ല, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും കിഫ്ബി ഉൾപ്പെടെയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ സാമ്പത്തികമായ അടിത്തറയെ ബലഹീനമാക്കുക മാത്രമല്ല അതിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞില്ലേ, നമ്മൾ 1,30,000 രൂപയുടെ കടമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതെന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ദുർബലരാണ് നമ്മളെന്ന് സ്വയം വിധി എഴുതുകയും ചെയ്യുന്നതിന് പകരം അതിനുള്ള പരിഹാരങ്ങൾ, ഈ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചില മാറ്റങ്ങൾ, നമ്മൾ പറഞ്ഞില്ലേ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ, ഇപ്പോൾ പറഞ്ഞില്ലേ ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ വളരെ പെട്ടെന്നാണ് ഈ മാറ്റങ്ങളിലെ നമ്മൾ കേരളത്തിലേക്ക് കടന്നു വന്നത്. ഈ ഏർപ്പാടുകളൊക്കെ പെട്ടെന്നാണ് കിടന്നത്. അതുപോലെ അതിനെ വലിച്ചെറിയാനും നമുക്ക് കഴിയണം. അതിനെ നമ്മൾ കഴുത്തിലെടുത്തിടുന്നത് പോലെ അതിനേക്കാളും ലാഘവത്തോടെ അല്ലെങ്കിൽ അതിനേക്കാളും ധീരതയോടെ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട്, അങ്ങനെ അല്ലാതെ നമുക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റായി നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ പലർക്കും പല നഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നും പാടില്ല എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ഇനി അടുത്ത നോളജ് എക്കോണമിയും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ സമകാലീന പരിസരം ഏതാണ്ട് വ്യക്തമാകുന്ന ഒരു കൺക്ലൂഷൻ കൂടെ ആകാം. അപ്പോൾ തൽക്കാലം